ന്യൂസ് അന്വേസ് ആരംഭിക്കുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയെ മണിക്കൂറുകൾക്കുള്ളിൽ കേരള പോലീസ് പിടികൂടി. എന്നാൽ കണ്ണൂർ ജയിലിൽ സംഭവിച്ചത് ഗുരുതര വീഴ്ചയാണ്. ജയിലിൽ നിന്നും ഏതാനും കിലോമീറ്റർ അകലെ തളാപ്പിലെ ഒഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ ചാടിയ ഗോവിന്ദച്ചാമിയെ പോലീസ് തൂക്കിയെടുത്തു. നാട്ടുകാരും കൈവച്ച് സഹായിച്ചു. പുലർച്ചെ 4-ന് ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിയെ CCTV ദൃശ്യങ്ങളുടെയും നാട്ടുകാർ നൽകിയ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ മണിക്കൂറുകൾക്കുള്ളിലാണ് പോലീസ് പിടിച്ചത്. ഗുരുവായൂരിൽ മോഷണം നടത്തിയ ശേഷം സംസ്ഥാനം വിടാനായിരുന്നു അയാളുടെ പദ്ധതി. ജയിലിലെ അടുക്കളയിൽ നിന്നെടുത്ത ബ്ലേഡ് ഉപയോഗിച്ചാണ് സെല്ലിൻ്റെ കമ്പി മുറിച്ചത്. ജയിൽ അഴികൾക്കിടയിലൂടെ കടക്കാൻ 6 മാസം ചപ്പാത്തി മാത്രം കഴിച്ച് വണ്ണം കുറച്ചെന്നുമൊക്കെയാണ് പിടിക്കപ്പെട്ടപ്പോൾ ഗോവിന്ദച്ചാമി പോലീസിനോട് പറഞ്ഞത്. കണ്ണൂർ ജയിൽ അധികൃതർക്ക് സംഭവിച്ച ഗുരുതര വീഴ്ചയിൽ ഹെഡ് വാർഡനെയും 3 വാർഡന്മാരെയും ഉടനടി സസ്പെൻഡ് ചെയ്തു. ജയിലിലെ സുരക്ഷാ വീഴ്ചയിൽ സമഗ്രമായ അന്വേഷണം ആരംഭിച്ചതായി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. ജയിലുകളിലെ സുരക്ഷ വിലയിരുത്താൻ മുഖ്യമന്ത്രി നാളെ യോഗം വിളിച്ചിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിനെതിരെ സിസ്റ്റത്തിൻ്റെ വീഴ്ചയെന്ന വിമർശനമാണ് പ്രതിപക്ഷം നടത്തുന്നത്. ജയിൽ ചാടി 6 മണിക്കൂറുകൾക്കുള്ളിൽ ഗോവിന്ദച്ചാമിയെ പോലീസ് പിടിച്ചപ്പോൾ 7 സ്ത്രീകളെ കൊലപ്പെടുത്തിയ റിപ്പർ ജയാനന്ദനെ 2013 ഉമ്മൻചാണ്ടിയുടെ ആഭ്യന്തര സിസ്റ്റം പിടിച്ചത് മാസങ്ങൾക്കു ശേഷമല്ലേ എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരവും റീൽസും വന്നിട്ടില്ല. ഇന്നീ ചർച്ചയിൽ പങ്കെടുക്കുന്നത് P. ജയരാജൻ, CPIM, ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്, മുൻ ജയിൽ DGP, അഡ്വക്കേറ്റ് സേനാപതി വേണു, അഡ്വക്കേറ്റ് C. ഷുക്കൂർ. ആദ്യം മുൻ ജയിൽ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്, ഇന്ന് രാവിലെ ഈ സംഭവം പുറത്തു വരുന്ന ഒരു സമയം, അത് വാർത്താ ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്ന് രാവിലെ 7:23 ഇങ്ങനെ വലിയൊരു ജയിൽ ചാട്ടം നടന്നിട്ടുണ്ട് എന്ന വിവരം ആദ്യം ഞങ്ങളാണ് മാധ്യമം എന്ന നിലയിൽ പുറത്തു കൊണ്ടുവന്നത്. പിന്നീട് എല്ലാ മാധ്യമങ്ങളും അതിലേക്ക് വന്നു. എല്ലാവരും ജാഗ്രതയോടെ നിന്നു. ആ വാർത്ത വന്നതൊക്കെ നാട്ടുകാരെ കുറെ കൂടി സജീവമായി ഇതിലേക്ക് കൊണ്ടുവരാൻ ഇടവരുത്തി. എല്ലാവരും ജാഗ്രതയോടെ പോയി. പോലീസ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടു. ചിത്രമുടൻ തന്നെ പുറത്തുവിട്ടു. അങ്ങനെ വളരെ ഊർജ്ജസ്വലമായി പോലീസും അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ആ നാട്ടുകാരും എല്ലാവരും ഇങ്ങനെ നിന്ന ഒരു ഘട്ടത്തിലാണ് ഈ വലിയ കൊടും ക്രിമിനൽ പിടികൂടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ അപ്പോഴും എല്ലാവരുടെയും സംശയം ഒറ്റക്കയ്യനാണ്. വളരെ അവിശ്വസനീയമായ നിലയിൽ തോന്നി ഈ വലിയ ജയിൽ മതിലുമൊക്കെ കടന്ന് അതീവ സുരക്ഷയുള്ള 10-ാം നമ്പർ ബ്ലോക്കിന്, അത് ജയിലിനകത്തെ തന്നെ മറ്റൊരു ജയിലാണ് എന്ന നിലയിലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലത്ത് നിന്നാണ് ഇയാൾ രക്ഷപ്പെട്ടു പോയത്. വലിയ അവിശ്വസനീയമായി തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നൊരു സാഹചര്യം ആകെ ആളുകളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ വിഷയത്തിൽ ജയിലിലുണ്ടായ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് താങ്കൾ വാർത്തയും കാര്യങ്ങളും ആ ജയിലും സംവിധാനങ്ങളും ഒക്കെ നന്നായി അറിയുന്നയാളാണല്ലോ. എന്തൊക്കെ തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയാണ് ജയിലുമായി സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളതെന്നാണ് കരുതുന്നത്? കഴിഞ്ഞ 25 കൊല്ലം കൊണ്ട് 103 പേരാണ് ജയിൽ ചാടിയിട്ടുള്ളത്. ഞാൻ JDGP ആയിരുന്നു 4 വർഷം. UDF ഭരിച്ച 2 വർഷത്തിൽ, LDF ഭരിച്ച 2 വർഷത്തിൽ 3 പേര് ചാടി. അത് കഴിഞ്ഞ് UDF വന്ന് കഴിഞ്ഞപ്പോൾ 3 പേര് ചാടി. എൻ്റെ ഭരണകാലത്ത് തന്നെ 6 പേര് ചാടിയിട്ടുണ്ട്. ആകെ 103 പേരാണ് കേരള ജയിലിൽ നിന്ന് ചാടിയത്. ഇന്ത്യയിലെല്ലാം കൂടി 2200 പേര് ജയിലിൽ ചാടിയിട്ടുണ്ട്. 30 സംസ്ഥാനങ്ങളിലായിട്ട് 2200 പേര് 25 കൊല്ലം കൊണ്ട് ജയിലിൽ ചാടിയിട്ടുണ്ട്. അപ്പോൾ ജയിൽ ചാടുന്നതല്ല അതിനകത്ത് പ്രശ്നം. അതിൻ്റെ വസ്തുതകൾ പഠിച്ചിട്ട് അതിനെപ്പറ്റി സംസാരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. അപ്പോൾ ഈ ജയിലിൽ ചാടിയതും നമ്മുടെ പരോൾ ജമ്പ് ചെയ്തതുമായിട്ട് പുറത്ത് പോയവരിൽ 49 പേരെ ഇപ്പോഴും തിരിച്ചു പിടിച്ചിട്ടില്ല. 49. അതിന് UDF LDF വ്യത്യാസമൊന്നുമില്ല. 49 പേരെ ഇനിയും പിടികിട്ടാനുണ്ട്, ജയിൽ ചാടിയവരെയും പരോളിൽ ചാടിയവരെയും. ഇപ്പം ചാടിയ ആളിനെ 4 മണിക്കൂറിനകം പിടിച്ചു എന്നുള്ളത് കേരള പോലീസിൻ്റെ ഏറ്റവും വലിയ കഴിവുകളിലൊന്നാണെന്ന് പോലീസിന് അംഗീകാരം കൊടുക്കണം. അപ്പോൾ ഈ ജയിൽ ചാടുന്നതിനെ പറ്റി വസ്തുതാപരമായി നമ്മൾ പഠിച്ചിട്ട് അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അപ്പോൾ ഈ തമിഴന്മാർ പറയും വന്നത് വന്താൻ വരാതെ പാത്തുക്കോ. വന്നതിനെപ്പറ്റി ചർച്ച ചെയ്യല്ല, വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഈ ജയിൽ ചാട്ടം കഴിഞ്ഞിട്ട് ഇന്ന് പകൽ മുഴുവൻ ഇതിനെപ്പറ്റി ചർച്ചയാണ്. ഞാൻ ടെലിവിഷനിൽ ചർച്ചകൾ കാണുകയാണ്. അപ്പോൾ ഈ ചർച്ച നടത്തപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് മഴയായിരുന്നു. അപ്പോൾ കേരളത്തിലെ എല്ലാ ജയിലിലും ടെലിവിഷനുണ്ട്. ഈ ടെലിവിഷനിൽ ഈ തടവുകാർ മുഴുവൻ ചർച്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇവൻ ജയിൽ ചാടി, നാളെ എങ്ങനെ ജയിൽ ചാടണം, അതിന് കേരളത്തിലെ 6000 തടവുകാർക്കും രാവിലെ തൊട്ട് ടെലിവിഷൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഈ ക്ലാസ് കേട്ട് പഠിച്ച തടവുകാരൻ അടുത്ത 2 മാസത്തിനകം പല ജയിൽ ചാട്ടങ്ങളുണ്ടാവും. കാരണം അവന് ഈ ടെലിവിഷൻ ചാനലുകൾ കൊടുത്തിരിക്കുന്ന ഉഗ്രൻ ക്ലാസ്സാണ്, എങ്ങനെ ജയിൽ ചാടണം, ഇവൻ എങ്ങനെ ജയിൽ ചാടി. അതാണ് അതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് വരുന്നത്. അപ്പോൾ ഈ ജയിൽ ചാട്ടം തടയുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ചില 4-5 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, പണ്ട് ബ്രിട്ടീഷുകാരൻ ജയിൽ ചാടാതിരിക്കാൻ വളരെ കർശനമായ ചില സംഗതികൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ജയിൽ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി 2010 സോമരാജൻ സാർ എഴുതി ഉണ്ടാക്കി. ഞാനത് കോടിയേരി ബാലകൃഷ്ണൻ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അദ്ദേഹം അത് അസംബ്ലിയിൽ വെച്ച് പാസ്സാക്കി, കേരള പ്രിസൺ ആക്ട്. അപ്പോൾ ആ പ്രിസൺ ആക്ട് വെച്ചിട്ട് നമ്മൾ റൂൾസ് ഉണ്ടാക്കി. കാരണം കേരള പോലീസ് ആക്ട് ഉണ്ടാക്കിയിട്ട് അതിന് റൂൾസ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അത് ജയിലിൽ പറ്റാതിരിക്കാൻ വേണ്ടി ഞാനൊരു 4 മാസം മെനക്കെട്ട് ഒരു റൂൾ എഴുതി ഉണ്ടാക്കി. ആ റൂള് എൻ്റെ പിൻഗാമിയായ സെൻകുമാർ കൊണ്ടുപോയി ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ കാണിച്ചിട്ട് ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ പാസ്സാക്കി. അപ്പോൾ ജയിൽ റിഫോമിൻ്റെ ഭാഗമായിട്ട് ഇത് പാസ്സാക്കിയപ്പോൾ നിയമത്തിൽ ചില മാറ്റങ്ങൾ വന്നു. ഏറ്റവും ആദ്യത്തേത്, തടവുകാരനെ കെട്ടിയിടാനൊക്കത്തില്ല. ഗോവിന്ദചാമിയെ പോലുള്ള ആളുകളെ പണ്ട് ജയിലിലെ ഗേറ്റിൽ കെട്ടിയിട്ടേക്കാണ്. ഇപ്പോൾ ആ കെട്ട് പറ്റത്തില്ല. 2, ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിക്ക് അവനെ വാച്ച് ചെയ്യാൻ വേണ്ടി CCTV വെച്ചു. അപ്പോൾ ആ CCTV വെച്ചപ്പോൾ അവർ കക്കൂസി പോകുന്നത് അവൻ്റെ പ്രൈവറ്റ് പാർട്സും CCTVയിൽ കാണുന്നു എന്ന് പറഞ്ഞ് മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തു. അപ്പോൾ അന്ന് ബെഞ്ചമിൻ കോശി അവർ എന്നോടൊരു വാത്സല്യമുള്ള ജഡ്ജിയായിരുന്നു, മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ. അദ്ദേഹം എന്നോട് വിളിച്ച് പറഞ്ഞു, അലക്സേ അതങ്ങ് മാറ്റ്, ഇല്ലെങ്കിൽ വലിയ കുഴപ്പമാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ CCTVകൾ മാറ്റിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റി, ഈ ഗോവിന്ദചാമി അകത്ത് എന്ത് ചെയ്യുന്നു, അവൻ ഇറങ്ങാൻ വേണ്ടി ഇത് സംഗതി താർക്കുന്നുണ്ടോ എന്ന് ആർക്കും കാണാനൊക്കാത്തൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു. ഈ അവനെ വാച്ച് ചെയ്യാൻ വെച്ചിരുന്ന ക്യാമറകളെല്ലാം പുറത്തോട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ വാർഡന്മാർക്ക് സെല്ലുകൾ പരിശോധിക്കുന്ന പതിവില്ലേ സർ? വാർഡന്മാർ സെല്ലുകൾ പരിശോധിക്കുന്ന പതിവില്ലേ? അപ്പോൾ അതുണ്ട്. അത് 2 മണിക്കൂർ കൂടുമ്പോഴാണ് പരിശോധിക്കുന്നത്, രാത്രിയിൽ 3 മണിക്കൂർ കൂടുമ്പോഴാണ് പരിശോധിക്കുന്നത്. അപ്പോൾ ഈ 10-ാം നമ്പർ ബ്ലോക്ക് ഇന്നലെ രാത്രി ആ പരിശോധന നടന്നിട്ടില്ല. ഇന്നലെ രാത്രി ആ പരിശോധന നടന്നിട്ടില്ല എന്ന് വേണ്ടേ കരുതാൻ? അങ്ങനെയല്ല, നമ്മൾ അല്ലല്ല അങ്ങനെ പറയരുത്. അതായത് ഈ ഇംഗ്ലീഷിൽ പറയും നെവർ മിസ് ദ വുഡ്സ് ഫോർ ദ ട്രീസ് എന്ന് പറയും. അപ്പോൾ ജയിലിൻ്റെ സിസ്റ്റത്തെ പറ്റി നമ്മൾ പഠിക്കേണ്ട 5 കാര്യമുണ്ട്. അതിനകത്ത് ഒന്നാണ് ഈ ഇവൻ കിടന്ന 10-ാം നമ്പർ ബ്ലോക്ക് ഒരിക്കലും ഒരാൾക്ക് ചാടാനൊക്കാത്തൊരു ബ്ലോക്കാണ്. അവൻ്റെ ആ മുറിയുടെ ഒരു കവറേജ് ഉണ്ട്. അത് കഴിഞ്ഞ് അവൻ പുറത്തിറങ്ങുമ്പോൾ ഒരു കിടങ്ങ് കുഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആ കിടങ്ങിനെ ആഴത്തിലാക്കി വീതിയിലാക്കി. അതിന് എൻ്റെ പിന്നാലെ വന്ന് സെൻകുമാർ അത് വളരെ പെർഫെക്റ്റ് ആക്കി ആ കിടങ്ങ് ആരും ചാടാനൊക്കാത്ത പരുവാക്കി. അത് ആക്കി കഴിഞ്ഞ് പിന്നെ 3-ാമത്തെ തട്ടാണ് മതിൽ. ഈ 10-ാം നമ്പർ ബ്ലോക്കിന് മാത്രം ഒരു മതിലുണ്ട്. ആ മതിലും ചാടിയിട്ട് വേണം മെയിൻ 18 അടിയുള്ള ഇത് ചാടാനായിട്ട്. അപ്പോൾ ആ ചാട്ടത്തിൻ്റെ ഈ 4 സ്റ്റേജിനകത്ത് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇവൻ്റെ കതകിൻ്റെ ഗേറ്റ് അവൻ തുരുമ്പിപ്പിക്കാൻ ചെയ്തു എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ജയിലിൽ ഞങ്ങളൊരു മൊബൈൽ ഫോൺ ജാമർ വെച്ചിരുന്നു. അപ്പോൾ ജാമർ വെച്ചപ്പോൾ അവിടെ ഒരു എംടെക്കുകാരനായ ഒരു തടവുകാരൻ വന്നു, അവൻ്റെ ഭാര്യയെ തല്ലിയ കേസിൽ. ആ തടവുകാരി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ, ഇതെന്താ ചെയ്യേണ്ടത്? അവൻ പറഞ്ഞ കാര്യം, നിങ്ങൾക്കൊരു 3 ഗ്രാം ഉപ്പ് തരും, ആ ഉപ്പ് ഇഞ്ഞ് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തടവുകാരുടെ നിന്ന് 3 ഗ്രാം ഉപ്പ് വെച്ച് ഇവൻ കളക്ട് ചെയ്തിട്ട് ഈ 2 പേര് തലയ്ക്ക് മേളിൽ കയറി നിന്നിട്ട് ഈ CCTVയുടെ ഈ ജാമറിൻ്റെ മുകളിൽ ഇവൻ ഉപ്പ് വെച്ചു. അപ്പോൾ ഉപ്പ് കുറച്ച് കഴിഞ്ഞ് അലിഞ്ഞിട്ട് ആ ജാമറിനകത്ത് കയറി 20 ലക്ഷം രൂപയുടെ ജാമർ ഈ എംടെക്കുകാരൻ ആപ്പീസ് പൊട്ടിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇനി ഇങ്ങനെ ഉണ്ടായിരിക്കാൻ വേണ്ടി ഈ ഉപ്പ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്ന ഉപ്പ് കൊടുക്കണ്ട, ആഹാരത്തിൽ ഇട്ട ഉപ്പ് മാത്രം മതി എന്ന് പറഞ്ഞു, കറിക്കകത്ത് നമ്മൾ ഇടുന്ന ഉപ്പ് മാത്രം മതി എന്ന് പറഞ്ഞു. പക്ഷേ ആ ഉപ്പല്ലേ ഇപ്പോൾ കംപ്ലൈന്റ് പോയി. സർ, അങ്ങനെ നോക്കിയാൽ ഇപ്പോഴും ഉപ്പ് ഗോവിന്ദചാമിക്ക് ഉപയോഗിച്ചിട്ടാണ് അഴികൾ മുറിച്ചത്, ദ്രവിപ്പിച്ചത്. കിടങ്ങും മതിലും ഒക്കെ കടന്നില്ലേ? ഞാൻ പറയട്ടെ. അപ്പോൾ ഈ ഉപ്പ് കൊടുക്കരുത്, കറിക്കകത്ത് ഉപ്പിട്ട് കൊടുത്താന്ന് ഞാൻ ഉത്തരവിട്ടപ്പോൾ അതിനെതിരെ കോടതി പോയി. ആ കോടതി ഉത്തരവിട്ടു, ഉപ്പ് മനുഷ്യൻ്റെ പ്രൈമറി റൈറ്റ് ആണ്, അതുകൊണ്ട് അവന് കൊടുക്കണമെന്ന്. അന്ന് അങ്ങനെ എൻ്റെ ഉത്തരവിനെ മറികടന്ന് ഉപ്പ് കൊടുത്തപ്പോഴാണ് ആ ഉപ്പ് ഉപയോഗിച്ച് ഇവൻ ഇരുമ്പ് ഗേറ്റിനകത്തോട് ഉപ്പ് കുറേച്ച് ഇട്ട് കൊടുത്തു. അപ്പോൾ അത് പതുക്കെ തുരുമ്പിച്ചിട്ട് അവനത് ഇളക്കി പുറത്തിറക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ ആ ഉപ്പിനെ ബ്ലോക്ക് ചെയ്തൊരു ഉപ്പിനെ തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അവനെ ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കി. ജാമർ ബ്രേക്ക് ചെയ്തു, CCTV ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഓരോ സിസ്റ്റം ഉണ്ടാക്കുമ്പോൾ ആ സിസ്റ്റത്തെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിനകത്ത് ഒരു ജാമി ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ ഒരു മറ്റേ ആൾ ഇറങ്ങിപ്പോയി എന്നുള്ളതല്ല പ്രശ്നം. നമ്മൾ ജയിലിൽ കിടക്കുന്ന 7000 പേരെ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള സിസ്റ്റം, ഇനിയൊരു ജയിൽ ചാട്ടം ഉണ്ടാതിരിക്കാൻ നിയമത്തിൽ എന്ത് വരുത്തണം, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത് സാധാരണ
യുക്തിസഹമായി ഇതൊക്കെ കാണുന്ന മനുഷ്യർക്ക് പല ചോദ്യങ്ങളും ഉണ്ടാവുമല്ലോ. സാർ ഇടയിൽ പറഞ്ഞു വന്നു അവിടെ ഈ 10-ാം നമ്പർ അതീവ സുരക്ഷയാണ്, ജയിലിനുള്ളിൽ ഒരു ജയിൽ പോലെയാണ്, സംശയമൊന്നുമില്ല. അവിടെ കിടങ്ങ് ഉണ്ട്, ആ കിടങ്ങിൻ്റെ ആഴം വർദ്ധിപ്പിച്ചു, അതിനപ്പുറത്തൊരു മതിലുണ്ട്, അടുത്ത മതിലുണ്ട്, അതും കഴിഞ്ഞ് വലിയ ഉയരമുള്ള ഈ ജയിൽ കോമ്പൗണ്ടിൻ്റെ വലിയ മതിലുണ്ട്, അതും കടന്നാണ് ചാടിയാണ് തുണി ഉപയോഗിച്ച് റോപ്പ് പോലെ കെട്ടിയൊക്കെയാണ് ഇവൻ അപ്പുറത്ത് ചാടി ആ ദേശീയപാതയിലൂടെ പോയത്. അതെങ്ങനെ സംഭവിക്കുന്നു അങ്ങനെയാണെങ്കിൽ? അല്ല ഇതിനകത്ത് മെയിൻ പ്രശ്നം വേറൊന്നുണ്ട്. അതായത് ഇങ്ങനെ ജയിൽ ചാടുന്ന സംഭവങ്ങൾ കൂടിയപ്പോൾ ഈ ഹൈ സെക്യൂരിറ്റി ജയിൽ എന്ന് പറഞ്ഞ സാധനം ഹൈദരാബാദിലെ ജയിലുണ്ടാക്കി. അതിനകത്ത് ആരും ചാടാൻ പറ്റാത്തൊരു ജയിലുണ്ടാക്കി. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു ജയിൽ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയുടെ ഭാഗമാണ് സോമരാജൻ സാർ ഉണ്ടാക്കിയ പ്രപ്പോഷനിൽ 13-ാം ധനകാര്യ കമ്മീഷനിൽ 154 കോടി രൂപ ഞാൻ പോയി കൊണ്ടുവന്നു. അദ്ദേഹത്തിന് സോമരാജൻ സാറിൻ്റെ പ്രപ്പോസലാണ്. അതിനകത്ത് നിന്ന് 15 കോടി രൂപ ഉപയോഗിച്ച് തൃശ്ശൂരിലൊരു ഹൈ സെക്യൂരിറ്റി പ്രസൻ ഉണ്ടാക്കി. അത് ഞാൻ തുടക്കമിട്ടു. അത് കഴിഞ്ഞ് സെൻകുമാർ വന്നത് ഉദ്ഘാടനം ചെയ്തു. അത് കഴിഞ്ഞ് ബെഹ്റ, ഋഷിരാജ് സിംഗ് 3 DGPമാരുടെ ശ്രമഫലമായി 2022 ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഈ ഗോവിന്ദചാമി ഉൾപ്പെടെയുള്ള ഹൈ സെക്യൂരിറ്റി തടവ് ചാടാൻ സാധ്യതയുള്ള കൊലക്കേസിൽപ്പെട്ട എല്ലാവരെയും തൃശ്ശൂർ ഹൈ സെക്യൂരിറ്റി ജയിലിലൂടെ മാറ്റണം. 4 കൊല്ലമായിട്ട് അത് മാറ്റാതെ ഈ കണ്ണൂരിൽ ഇട്ടുകൊണ്ടിരുന്നുകൊണ്ടാണ് ഈ ഗോവിന്ദചാമി ചാടിയത്. ഹൈ സെക്യൂരിറ്റി പ്രസിഡന്റിൽ 530 പേരെ താമസിപ്പിക്കാം. അവിടെ ആകെ 160 പേരെ കിടപ്പുള്ളൂ. കേരളത്തിലെ മുഴുവൻ കൊലക്കേസ് മുഴുവൻ ഗോവിന്ദചാമികളെ ആ ഹൈ സെക്യൂരിറ്റി പ്രസിഡന്റ് അലക്സാണ്ടർ ജേക്കബ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വിയ്യൂരിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ അപ്പോഴും താങ്കൾ ഇത്ര വലിയ അനുഭവമുള്ള ഒരാളെന്നുള്ള നിലയിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു എക്സ്പെർട്ട് എന്നുള്ള നിലയിൽ യെസ് മനസ്സിലായി അല്ല തൃശ്ശൂർ സെൻട്രൽ ജയിലല്ല, ശരി. അത് സാറിന്റെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമായി തന്നെ ഒരിക്കലും പ്രതി ചാടാനൊക്കാത്ത ജയിൽ. ഓക്കെ, അത് ഒരു വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമായി തന്നെ നിൽക്കട്ടെ. ഒരു ചർച്ചയിലൂടെ താങ്കൾ അത് പങ്കുവെച്ചു കഴിഞ്ഞല്ലോ. ഞാൻ ചോദിക്കുന്നത് ഈ കണ്ണൂർ സെൻട്രൽ ജയിൽ അത്ര വലിയ സുരക്ഷാ സംവിധാനങ്ങളും ഈ 10-ാം നമ്പർ ബ്ലോക്കിന് ഇത്ര വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉള്ള ഇടത്താണ് ഇയാളത് ബ്രേക്ക് ചെയ്ത് ഈ ഒറ്റക്കയ്യനായിട്ടുള്ള ആൾ ബ്രേക്ക് ചെയ്ത് ചാടിയത്. ആ ഒരു വിവരം താങ്കളെപ്പോലൊരു ആളിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ താങ്കളുടെ ഒരു യുക്തിസഹമായ അനുമാനം എന്താണ്? എങ്ങനെ അയാൾക്കത് സാധ്യമായി? ഓരോ കടമ്പയും അയാൾ എങ്ങനെ കടന്നിട്ടുണ്ടാകാം? അതിന് ജയിലിനകത്തു നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടാകുമോ? പുറത്തു നിന്നുള്ള സഹായം ഉണ്ടാകുമോ? അതോ അയാളുടെ ഒറ്റയ്ക്കുള്ള അധ്വാനമാണോ? ഒറ്റയ്ക്കുള്ള അധ്വാനമാണെന്ന് പറയുന്ന മൊഴി താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ 2 കാര്യം പറയാം അതിനെപ്പറ്റി. ഒന്ന്, 2012 ഞാൻ കണ്ണൂർ ജയിൽ വിസിറ്റ് ചെയ്യുകയാണ്. അവിടെ 2-3 കുഴപ്പക്കാരെ പിടിക്കാനായിട്ട്. അന്ന് രാവിലെ ഒരു പ്രതിയെ തുറന്നു വിട്ടു ആ ഇൻസ്പെക്ഷൻ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി. ഇന്ന് ജയിൽ DGP അവിടെ ഇൻസ്പെക്ഷന് പോവുകയാണ്. അദ്ദേഹം 4 വിങ്ങിനെ ഇൻസ്പെക്ട് ചെയ്യാൻ പോവുകയാണ്. ആ ഇൻസ്പെക്ഷൻ അട്ടിപ്പൊളിക്കാൻ വേണ്ടി ആരോ അതിനകത്ത് സഹായിച്ചിട്ടാണ് ഇവനെ ഇറക്കി വിട്ടിരിക്കുന്നത്. എൻ്റെ ഒരു സംശയമാണ് ഞാൻ പറയുന്നത്. എനിക്ക് പണ്ട് പറ്റിയത് തന്നെയാണോ ഇപ്പോൾ പറ്റിയത് എനിക്കൊരു സംശയം. 2, ഈ ജയിലിലെ സ്റ്റാഫ് 6 തടവുകാർക്കൊരു സ്റ്റാഫ് വേണം. ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ 720 തടവുകാർ കിടക്കേണ്ട സ്ഥലത്ത് കിടക്കുന്നത് 1800 പേരാണ്. ഈ സെൻട്രൽ ജയിൽ മുഴുവൻ ഓവർ പോപ്പുലേഷനാണ്. അപ്പോൾ സ്റ്റാഫില്ല. അപ്പോൾ ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ കറക്റ്റ് സമയത്ത് റിക്രൂട്ട്മെൻറ്റ് നടക്കാത്തതിനാൽ ഡെയിലി വേജസുകാരെ വെച്ചിരിക്കുകയാണ്. ഈ ഡെയിലി വേജസുകാരന് ജയിലിനോടോ യാതൊരു കൂറുമില്ല. ആ ഡെയിലി വേജസുകാരന് അവൻ്റെ ഡെയിലി വേജ് മാത്രമേ ഉള്ളൂ. അവനെ കൈക്കൂലി കൊടുത്ത് സ്വാധീനിക്കാൻ വളരെ എളുപ്പമാണ്. അതിൽ ആരോടോ 2-3 പേരുടെ സഹായത്തോടുകൂടിയാണ് ഇവൻ ചാടിയിരിക്കുന്നത്. എൻ്റെ സംശയം ഞാൻ പറയുകയാണ്. റൈറ്റ്. അതുപോലെ ഈ താടി ഇപ്പോൾ തന്നെ എന്നോട് തന്നെ ചോദിച്ച ഒരു ചോദ്യമാണ്. ഇതൊന്ന് താങ്കളോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ കൃത്യമായി വന്ന് ഷേവ് ചെയ്ത് തലമുടി കട്ട് ചെയ്ത് ഒരു പഴയ സിസ്റ്റത്തെക്കുറിച്ച് അറിയാം. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും അല്ലേ? താടിയും മുടിയും ഒക്കെ ആവശ്യം പോലെ നീട്ടി വളർത്താമോ? ഇതുപോലെ ശിക്ഷ കിട്ടി കഴിയുന്ന പ്രതികളെ സംബന്ധിച്ച്, തടവുകാരെ സംബന്ധിച്ച് തടവുകാരെ വിലങ്ങുന്നതിനെ പറ്റിയും താടി വളർത്തുന്നതിനെ പറ്റിയും അവൻ്റെ ഡ്രസ്സിനെ പറ്റിയും സുപ്രീം കോടതി കേസ് പോയി. അപ്പം നാഗ്രെഡ്ഡി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശിനകത്ത് സുപ്രീം കോടതി പറഞ്ഞു വിലങ്ങ് വെക്കാൻ പാടില്ല തടവുകാരെ. രണ്ടാമത് ഈ താടി വളർത്തുന്നത്, ശബരിമല സീസൺ വരുമ്പോൾ താടി വെളുത്താൻ ജയിലിനകത്തും തടവുകാർക്ക് അനുവാദം കൊടുക്കണമെന്ന് പറഞ്ഞ് പോയി. അപ്പോൾ സുപ്രീം കോടതി ഒരു ഉത്തരവിട്ടു, ജയിലിടുക എന്ന് പറഞ്ഞാൽ 2 കാര്യം റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റൂ. ഒന്ന്, അവൻ്റെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യാം. 2, അവൻ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ റെസ്ട്രിക്റ്റ് ചെയ്യാം. അല്ലാതെ അവൻ താടി വളർത്തണോ, അവൻ ഏത് ഡ്രസ്സ് ഇടണോ എന്ന് പറയാനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അവകാശമില്ല എന്ന് കോടതി ഉത്തരവിട്ടു. അപ്പോൾ അവൻ താടി വളർത്തുന്നത് എങ്ങനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്? പണ്ട് ഞങ്ങൾ തടഞ്ഞിരുന്നു, പക്ഷെ ഇപ്പോൾ പറ്റിയല്ല. ഓക്കെ,
ക്ലിയറായി. രാവിലെ മുതൽ ആളുകളുടെ ഒരു വലിയ സംശയമാണിത്. നമ്മളൊരു പഴയ രീതി വെച്ച് എല്ലാവരും ഇങ്ങനെ വിചാരിക്കുന്നു, പക്ഷേ താടിയൊക്കെ വെച്ച് രൂപമാറ്റം വരുത്തി പുറത്തിറങ്ങിയാൽ ആളുകൾ പിടിക്കാൻ കഴിയാത്ത വിധം കുറേ നാളായി താടി വളർത്തുന്നു. ഇയാൾ ചാടി എന്നുള്ള അല്ല പ്രശ്നം. അതെ, ഇന്നത് പ്രശ്നമാണ്. നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നം ഇയാൾ ചാടി എന്നുള്ളതല്ല. ഇനി 7500 എണ്ണം കിടക്കുന്നത് ചാടാതിരിക്കാൻ എന്തൊക്കെ ജയിലിൽ നിയമം മാറ്റണം, സിസ്റ്റം എന്ന് മാറ്റണം എന്നുള്ള നമ്മൾ ചർച്ച ചെയ്യുന്നത്. താങ്കൾ അതും കൂടി ചേർത്താണ് ഈ കാര്യങ്ങളാകെയും പറഞ്ഞു വരുന്നതും. അങ്ങനെ ഒരു പ്രത്യേകത അക്കാര്യത്തിലുണ്ട്. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഈ സംഭവത്തെ ആധാരമാക്കി ഉദാഹരിച്ചുകൊണ്ട് തന്നെ ജയിൽ റിഫോംസിനെ കുറിച്ച് പറയുന്നു, അതിൽ വേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നു, പരിഷ്കാരങ്ങളെക്കുറിച്ച് പറയുന്നു. വിശേഷിച്ച് നാളെ മുഖ്യമന്ത്രി തന്നെ ജയിൽ സുരക്ഷയെ സംബന്ധിച്ചൊരു പൊതു അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുമുണ്ട്. അതിനു മുമ്പായി നടക്കുന്ന ഇത്തരം ജനകീയമായ ചർച്ചകളിൽ വരുന്ന പ്രസക്തമായ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ നടത്തുന്ന നിർദ്ദേശങ്ങളൊക്കെ പ്രസക്തമായ കാര്യങ്ങൾ ബന്ധപ്പെട്ടവർ ഏറ്റെടുക്കട്ടെ. ഞാൻ ശ്രീ പി ജയരാജനിലേക്ക് കൂടി ഒന്ന് പോകുന്നു. അഡ്വക്കേറ്റ് സേനാപതിയും നമ്മൾക്ക് പോകുന്നു. റൈറ്റ്. ഈ കണ്ണൂർ ജയിലിനെ സംബന്ധിച്ച് ജയിൽ ഉപദേശക സമിതി അംഗം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ആളുകൂടിയാണ് ശ്രീ ജയരാജൻ. ഈ കണ്ണൂർ ജയിലുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ ഇന്നത്തെ സംഭവവുമായി ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ പൊതുവിൽ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജയിലിലെ വീഴ്ചയുമായി ബന്ധപ്പെട്ട് കൈക്കൂലിയുടെ സ്കോപ്പ് അദ്ദേഹം കാണുന്നുണ്ട്. അതുപോലെ തന്നെ തടവുകാർ കൂടുന്നു. തടവുകാർ കൂടുന്നതിനനുസരിച്ച് ജീവനക്കാർക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നത്ര ജീവനക്കാരില്ല. ഡെയിലി വേജസുകാരുണ്ടാകുന്നു. അവർക്ക് അതിനനുസരിച്ച് ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകുന്നില്ല. അദ്ദേഹം അവസാനം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി എനിക്ക് തോന്നുന്നു. ഞാനത് താങ്കളുടെ മുമ്പാകെ വെച്ചു എന്നുള്ളത്. ഇവിടെ ഇന്നത്തെ ഈ സംഭവത്തെ നോക്കിയാൽ ഒരു കാര്യം വലിയ ആശ്വാസമായി സമൂഹത്തിന്. പോലീസ് അതിഗംഭീരമായി മികവോടെ പ്രവർത്തിച്ചു, നാട്ടുകാരും അതുപോലെ സഹകരിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ അയാൾ പിടിക്കപ്പെട്ടു. പക്ഷേ ഈ കണ്ണൂർ ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾ സർക്കാരിന് നാണക്കേടുണ്ടാക്കിയില്ലേ? അവിടെ ജയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച വന്നിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട മുൻ ജയിൽ DGP അദ്ദേഹം ഉള്ളപ്പോഴാണ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ജയിൽ ചട്ടങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയത് എന്ന് മാത്രമല്ല, പഴയ ജയിലിനെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങൾ മാറി അത് തിരുത്തൽ കേന്ദ്രങ്ങൾ കൂടിയാണ് എന്നുള്ള കാഴ്ചപ്പാട് പ്രാവർത്തികമാക്കിയിട്ടുള്ള ബഹുമാന്യ വ്യക്തിയാണ് മുൻ ജയിൽ DGP. അദ്ദേഹം അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനൽ ഈ തരത്തിൽ ജയിൽ ചാടിയത് തീർച്ചയായിട്ടും വലിയ ഞെട്ടിപ്പിച്ച സംഭവമാണ്. ആ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി ജയിൽ വകുപ്പ് അടിയന്തര അന്വേഷണം നടത്തി 4 ഉദ്യോഗസ്ഥന്മാരെ ഇതിനകം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തുടർ നടപടികൾ കൈക്കൊള്ളേണ്ടതാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം സംഭവങ്ങൾ നേരത്തെ ശ്രീ അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞതുപോലെ മറ്റ് ഒട്ടേറെ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ ജയിലിനകത്തുണ്ട്. അപ്പോൾ ശിക്ഷിക്കപ്പെട്ട ആളുകളിൽ തന്നെ ആ ക്രിമിനൽ സ്വഭാവം പലതരത്തിലും പ്രകടിപ്പിക്കുന്ന ആളുകൾ ഇപ്പോഴും ജയിലിനകത്തുണ്ട്. അവർ സുരക്ഷിതമായി ജയിലിൽ പാർപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് ജയിൽ വകുപ്പ് നടത്തേണ്ടത്, സർക്കാർ നടത്തേണ്ടത്. ഈ ഉദ്ദേശ്യത്തെ തുരങ്കം വെക്കും വിധം ചില മാധ്യമങ്ങൾ വളരെ ബോധപൂർവം ആസൂത്രിതമായ പ്രചാരവേലിയാണ് നടത്തുന്നത്. ജയിൽ വകുപ്പിൻ്റെ വീഴ്ചയാണ്. ഇവിടെ കണ്ണൂർ സെൻട്രൽ ജയിലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നേരത്തെ ശ്രീ അലക്സാണ്ടർ ജേക്കബ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ജയിലിനകത്തെ സ്ട്രെങ്ത്ത്, അതായത് തടവുകാരുടെ എണ്ണം. കണ്ണൂർ സെൻട്രൽ ജയിലിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ മാക്സിമം തടവുകാരെ പാർപ്പിക്കാവുന്നവരുടെ എണ്ണം നിജപ്പെടുത്തിയിട്ടുണ്ട് 948. നിലവിലുള്ളത് 1100 തടവുകാരാണ്. 1100 ശിഷ്ടമുണ്ടാവും തടവുകാർ. അത് വേരിയേഷൻ ഓരോ ദിവസവും മാറിയും മറിഞ്ഞുതിരിക്കും. കാരണം റിമാൻഡ് തടവുകാരൊക്കെ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പുറത്തു പോവും. ശിക്ഷയുടെ അപ്പീൽ വരുമ്പോൾ ചിലർ ആ കേസ് ക്യാൻസൽ റദ്ദാക്കിയതിൻ്റെ ഫലമായിട്ട് പുറത്തു പോകും. ഇങ്ങനെ 1100ഓളം തടവുകാർ. അപ്പോൾ 948 തന്നെ മാക്സിമം എണ്ണമാണ്. അവിടെ 1100 തടവുകാർ ഇപ്പം തന്നെ ഉണ്ട്. അവിടുത്തെ സ്റ്റാഫിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ 217 സ്റ്റാഫ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ട്രെയിനീസ്, അതായത് ഡെയിലി വേസ്, നേരത്തെ ഇവിടെ മുൻ DGP പറഞ്ഞതുപോലെ ട്രെയിനീസായിട്ടുള്ള ആളുകളുണ്ട്. അവർ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഡെയിലി വേസായിട്ടുള്ള ആളുകളുണ്ട് കുറേ. അവർക്കൊന്നും യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. ഇവിടെ ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനൽ ജയിൽ ചാടിയതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്ക് നേരെ കർക്കശമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതിനെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ദിശയിലേക്ക് തിരിച്ചുവിടുക. നേരത്തെ ഇവിടെ ശ്രീ അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞതുപോലെ
ഏത് ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്തും തടവുകാർ ജയിൽ ചാടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഗോവിന്ദച്ചാമിയുടെ കാര്യത്തിൽ ചിലരെ ഇതേവരെ ജയിൽ ചാടിയവരെ പുറത്ത് അകത്ത് പിടിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള കേസുകളും രാജ്യത്തുണ്ട്, കേരളത്തിലുണ്ട്. ഇവിടെ മണിക്കൂറുകൾക്കകം ജാഗ്രതയോടുകൂടി പോലീസും ജയിലധികൃതരും, അതാണ് ജയിലധികൃതരും പോലീസുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് എവിടെയെല്ലാം ഇദ്ദേഹം സഞ്ചരിക്കാൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ജാഗ്രതയോടുകൂടി നടത്തിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ പിടിച്ചല്ലോ. ആ പിടിച്ച പോലീസിനെ അഭിനന്ദിക്കുന്നതിന് പകരം ആഭ്യന്തര വകുപ്പിനെ കുറ്റപ്പെടുത്തുക, അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യത്തോടുകൂടി പ്രചരണങ്ങൾ നടത്തുക. ഒരു സംസ്ഥാനത്തിലെ BJPയുടെ ഒരു നേതാവ് ഈ ജയിൽ ചാട്ടത്തെ സംബന്ധിച്ചുള്ള വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് പറയാണല്ലോ, അവിടെ ജയിൽ അഡ്വൈസറി കമ്മിറ്റിയിൽ ഉള്ള ആളുകളെപ്പറ്റി സംശയമുണ്ട് എന്ന നിലക്ക് പ്രചരിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ധാർമ്മികവും നിയമപരവുമായിട്ടുള്ള വശത്തെ ആലോചിക്കുന്നതിന് പകരം രാഷ്ട്രീയമായിട്ടുള്ള സങ്കുചിത താല്പര്യത്തോടു കൂടി ഇത്തരം കാര്യങ്ങൾ നോക്കിക്കാണുന്നത് അങ്ങേയറ്റം സമൂഹദ്രോഹമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇവിടെ ശ്രീ അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഇനിയും ധാരാളം തടവുകാർ അവിടെയുണ്ട്. ആ തടവുകാരിൽ തന്നെ വലിയ ക്രിമിനൽ സ്വഭാവമുള്ളവരുണ്ട്. അത്തരം ആളുകൾ തടവ് ചാടാതിരിക്കാനുള്ള ജാഗ്രതയാണ് വേണ്ടത്. പൊതുവിൽ സമൂഹവും മാധ്യമങ്ങൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ജനങ്ങളിൽ അതിവേഗം ജാഗ്രതയുണ്ടായി. ജനസഹകരണത്തോടുകൂടി അവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഗോവിന്ദച്ചാമിയെ കണ്ടെത്താൻ കഴിഞ്ഞു, കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി, അതിനുശേഷം ഞാൻ ശ്രീ സേനാപതിയിലേക്ക് വരാം. ശ്രീ സേനാപതി, ഈ വിഷയത്തിൽ താങ്കൾ ഈ പറഞ്ഞ പോലെ അവിടുത്തെ സ്റ്റാഫിൻ്റെ കുറവ്, അതുപോലെ തന്നെ ഡെയിലി വേജസുകാരാണ്, ഇതെല്ലാം പൊതുവായ അതിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. പക്ഷേ ഇത് 10-ാം നമ്പർ ബ്ലോക്കാണ്, അതീവ സുരക്ഷയുള്ള പ്രദേശമാണ്. ആ പ്രദേശം ഈ ജയിലിനകത്ത് തന്നെ ഉദ്യോഗസ്ഥർക്ക് ആ നിലയിൽ തന്നെ നോക്കാവുന്നു. കാരണം അതിനകത്ത് ഒരുപാട് തടവുകാരില്ല. മാത്രമല്ല അതിന് പ്രത്യേക പരിഗണനയോടുകൂടി സുരക്ഷാ പരിശോധനകൾ നടത്തുന്നതിന് എന്താണ് തടസ്സം എന്നൊരു പ്രശ്നം സ്വാഭാവികമായി ആളുകൾ ചിന്തിക്കില്ലേ? മാത്രവുമല്ല ഇന്നലെ രാത്രി തന്നെ നോക്കൂ, രാത്രി 1 മണിക്ക് ശേഷം ഇയാൾ ഈ പ്രവർത്തനങ്ങൾ ആകെ ആരംഭിച്ചു എന്ന് പറഞ്ഞു. നേരത്തെ മുൻ ജയിൽ DGP പറഞ്ഞ രാത്രിയിൽ ഇത്ര മണിക്കൂർ റോന്ത് ചുറ്റുക അല്ലെങ്കിൽ പെട്രോളിംഗ് ഉണ്ട്, പരിശോധന എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്തൊന്നും അപ്പോൾ ഈ രാത്രി മുഴുവൻ ഇവരുടെ ഒന്നും കണ്ണിൽ ഇത് പെട്ടില്ല എന്നൊരു പ്രശ്നം ആ ജയിലധികൃതരുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ശക്തമായി നിൽക്കുകയല്ലേ? രണ്ടാമത്തെ കാര്യം, മാധ്യമങ്ങൾ നല്ല പങ്ക് വഹിച്ചപ്പോഴും യഥാർത്ഥത്തിൽ വിമർശനപരമായി താങ്കൾ നേരത്തെ പറഞ്ഞെങ്കിലും 1-2 കാര്യങ്ങൾ ചോദിക്കും. ഒരു മാധ്യമം ചാർലി തോമസ് എന്നാണ് ഈ ഗോവിന്ദച്ചാമിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് വലിയ വിമർശനപരമായി സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. ജനം TV മറ്റുമാണ് അങ്ങനെ കൊടുത്തത്. അതിൽ കാരണം ഇത് പറഞ്ഞത് കള്ളപ്പേരാണ്. സൗമ്യ കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞ കള്ളപ്പേരാണ് എന്നൊരു പ്രശ്നമുണ്ട്. ഞാനത് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ ഇന്ന് പോലീസ് ഇറക്കിയിട്ടുള്ള ലുക്കൗട്ട് നോട്ടീസിൽ പോലും പറയുന്നത് ഗോവിന്ദസ്വാമി ക്രൈം നമ്പർ 46 എന്നാണ്. സുപ്രീം കോടതി വരെ പോയ ഒരു കേസിൽ ഇങ്ങനെ പേര് പറയുമ്പോൾ ഈ രൂപത്തിലേക്ക് നടത്തുന്ന ഒരു സമീപനം, പോലീസിന് വീഴ്ച സംഭവിച്ചു, പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു എന്ന നിലയിലൊക്കെ ആ സമയത്ത് ജനങ്ങളോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പോലീസിലേക്ക് ഇതാകെ ഷിഫ്റ്റ് ചെയ്ത് വെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ മാധ്യമങ്ങൾ പൊതുവിൽ നല്ല സമീപനം സ്വീകരിച്ചപ്പോഴും അതിനിടയിലും ആ ഉത്തരവാദിത്തം നിറവേറ്റാതെ വളഞ്ഞ വഴിയിൽ ചിന്തിച്ചവരുണ്ടോ? അതുപോലെ തന്നെ ഇന്നലെ രാത്രി ആ ജയിലിനകത്തെ സുരക്ഷയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ള ഗുരുതര വീഴ്ച നമുക്കത് അതുകൊണ്ടാണല്ലോ ഒരു കൊടുങ്കുറ്റവാളി ജയിലിൽ ചാടിയത്. ശ്രീ P. ജയരാജൻ. തീർച്ചയായിട്ടും സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടുണ്ട്. അതിന് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ 4 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. കാരണം ശരത്ത് ഇവിടെ പറഞ്ഞതുപോലെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് ശരത്ത് പറഞ്ഞത്. കാരണം ഈ കാലേക്കുട്ടി ദിവസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ് ആസൂത്രണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ജയിലിൻ്റെ അഴി മുറിച്ചത്. അതെ, ആ മുറിക്കുന്നതിന് വേണ്ടി എക്സോ ബ്ലേഡ് എങ്ങനെ കിട്ടി, അതുപോലെ തന്നെ അതിനകത്ത് ഉപ്പ് വെച്ചുകൊണ്ട് ദ്രവിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ താഴെ മുറിച്ച് ദ്രവിപ്പിച്ച് കഴിഞ്ഞാൽ അത് മേലെയുള്ള അഴിയടക്കം അദ്ദേഹത്തിന് ഇളക്കി മാറ്റാൻ പറ്റും. ഇത്തരമൊരു സൗകര്യം ഒരു ദിവസം കൊണ്ടുണ്ടാക്കുന്നതല്ലോ. ഈ 1.5 കൈയേ ഉള്ളൂ, അതുകൊണ്ട് അദ്ദേഹത്തിന് 2 കൈ കൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന ജോലിയാണ് ചെയ്തത്, കൃത്യമാണ് ചെയ്തതെന്നൊക്കെ പറയുന്ന നേരത്ത് 1.5 കൈയുള്ള ഗോവിന്ദച്ചാമിക്ക് വളരെ അസാധാരണമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവുണ്ടല്ലോ. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അങ്ങനെ അയാൾ 1:15 അതായത് പുലർച്ചെ 1:15 ഈ സെല്ലിൽ എന്ന് പറയുന്നത് അതിനകത്ത് 2 പേര് മാത്രമേ ഉള്ളൂ. 2 ജീവപര്യന്തം തടവുകാരാണ് B ബ്ലോക്കിലുള്ളത്.
ആ ബി ബ്ലോക്കിൽ നിന്ന് 2 പേർ കിടന്നിരുന്ന ആ മുറിയിൽ നിന്ന് ഈ അഴി മുറിച്ചിട്ട് പുറത്ത് കിടക്കുന്നു 1:15. അദ്ദേഹം പല വഴിക്കും രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം 6:15-6:30 ഈ ജയിൽ വലിയ മതിലുണ്ടല്ലോ, പുറത്തുള്ള മതിൽ ചാടുന്നത് 6:30 മണിക്ക് മാത്രമാണ്. അപ്പോൾ 1:15 മുതൽ ഈ 6:30 മണി വരെ ഈ ഗോവിന്ദച്ചാമി ജയിലിനകത്ത് മറ്റ് ഈ പാറാവ് നിൽക്കുന്ന പിന്നെ ഗാർഡുമാരുണ്ട്, പാറാവ് നിൽക്കുന്ന ജയിൽ വാർഡന്മാരുണ്ട്, അവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് ഇത്രയും സമയം ആ ജയിലിനകത്ത് നിന്നു. എന്നിട്ട് 6:30 മണിക്കാണ് ഈ പറയുന്ന അദ്ദേഹം അതിനുവേണ്ടി തയ്യാറെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ടാവും. കാരണം ചില മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ജയിൽ വേഷമായിരുന്നോ, എങ്ങനെയാണ് അദ്ദേഹത്തിന് പാൻസ് കിട്ടിയത്? സ്വാഭാവികമായിട്ട് അദ്ദേഹം പുറത്തിറങ്ങിയതിന് ശേഷം അവിടെ ഉണങ്ങാനിട്ടിരുന്ന വസ്ത്രങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ആ വസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം കയറ് കെട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ വസ്ത്രങ്ങൾ അദ്ദേഹം മാറിയിട്ടുണ്ട്. ഇതിനെല്ലാമുള്ള സമയം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത്രയും സമയം അവിടെ പാറാവ് നിന്നിട്ടുള്ള ജയിൽ വാർഡന്മാർക്ക് ഇതൊന്നും പെടാതെ പോയിട്ടുണ്ടെങ്കിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. ആ വീഴ്ച പറ്റിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് കർശനമായിട്ടുള്ള നടപടി എടുക്കണം എന്നതാണ് എനിക്കുള്ള അഭിപ്രായം. ശരത്ത് പറഞ്ഞിട്ടുള്ള മറ്റേ വിഷയം, മാധ്യമങ്ങൾ വളരെ സംവിധിതമായിട്ട് താല്പര്യത്തോടു കൂടി ഗവൺമെൻറ്റിന് അടിക്കാനുള്ളൊരു വടിയാണിത് എന്ന നിലക്ക് കാര്യങ്ങൾ മൊത്തം മനസ്സിലാക്കാതെ, സമഗ്രമായി കാര്യങ്ങൾ മനസ്സിലാക്കാതെ മാധ്യമങ്ങൾ ആ തരത്തിലുള്ള വാർത്തകൾ ടെസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതേസമയം ശരത്ത് പറഞ്ഞ പോലെ ക്രിയാത്മകമായിട്ട്, അതായത് ജനങ്ങളെ ഒരു ബോധവാന്മാരാക്കാൻ, ജാഗ്രതപ്പെടുത്താൻ വേണ്ടി മാധ്യമങ്ങൾ നല്ല നിലയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ആ ഗോവിന്ദച്ചാമി അതിവേഗം പിടികൂടാനായത്. അതേസമയം രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യത്തോടു കൂടി കേരളത്തിലെ ഗവൺമെൻറ് അടിക്കാനുള്ള വടിയാണ്, LDFൻ്റെ കൊള്ളരുതായ്മയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ UDFൻ്റെ കാലത്തും LDFൻ്റെ കാലത്തും ഒക്കെ ഇത്തരത്തിലെ കൃത്യങ്ങൾ ചില തടവുകാർ നടത്തിയിട്ടുണ്ട്, രക്ഷപ്പെട്ടിട്ടുണ്ട്, ചിലരെ പിടിച്ചിട്ടുണ്ട്, ചിലരെ പിടിക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇതാണ് സമഗ്രമായിട്ട് അതിനെ നോക്കിക്കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത്. റൈറ്റ്. ശ്രീ സേനാപതി വേണു, ഇപ്പോൾ മുൻ ജയിൽ DGPയും ശ്രീ ജയരാജനും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിൻ്റെ തുടർച്ചയിൽ താങ്കളുടെ ഇക്കാര്യത്തിലുള്ളൊരു അഭിപ്രായം എന്താണ്? 2 സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്ന കാര്യത്തിൽ ആ ജയിലുമായി ബന്ധപ്പെട്ട് അതൊരു തർക്ക വിഷയം പോലുമല്ല, അത് പരിഹരിക്കേണ്ടത് തന്നെയാണ്. അത് പരിശോധിച്ച് ഒരു പ്രാഥമിക നടപടികൾ എടുത്തു, സമഗ്രമായ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു. ഇപ്പോൾ ശ്രീ ജയരാജൻ പറഞ്ഞതുപോലെ ഇന്നലെ രാത്രി അവിടെ ഈ കണ്ട ഇത്രയും മണിക്കൂർ നേരം അയാൾ ജയിലഴികൾ മുറിച്ച് പുറത്തിറങ്ങി ആ കോമ്പൗണ്ടിലൂടെ, വിശാലമായ കോമ്പൗണ്ടിലൂടെ എങ്ങനെ രക്ഷപ്പെടാം എന്നതിനനുസരിച്ച് പോവുകയായിരുന്നു. അത് പാറാവുകാരുടെ അടക്കം കണ്ണിലൊന്നും പെട്ടിട്ടില്ല. അത് പ്രധാനപ്പെട്ട വീഴ്ച ഒന്ന്. അതേസമയം അങ്ങനെ പുറത്തു വന്ന് നാടാകെ ആശങ്കപ്പെട്ട ഒരു കൊടും ക്രിമിനലിനെ മണിക്കൂറുകൾക്കുള്ളിൽ പിടിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞു എന്നുള്ളത് അത്ര തന്നെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യവും കൂടിയല്ലേ? ശരത്തെ, ഇപ്പൊ അരമണിക്കൂർ ചർച്ച നീണ്ടിരിക്കുകയാണ്. അപ്പം ഒരു അക്കാദമിക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ചർച്ച കൂടി ആവുമ്പോൾ എനിക്ക് കൂടി സമയം തരണം എന്ന് ഞാൻ ആദ്യം തന്നെ ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ പരിണിതപ്രജ്ഞനായ ജയിൽ മുൻ DGP ശ്രീ അലക്സാണ്ടർ ജേക്കബ് സാറ്, കാരണം അദ്ദേഹത്തെ പോലെ ഒരാളോടൊപ്പം ചർച്ചയ്ക്ക് ഇരിക്കാനൊരു ഭാഗ്യമുണ്ടായത് പോലും എന്താ പറയുന്നത്, എൻ്റെയൊക്കെ ജീവിതത്തിലെ ഒരു അനുഭവമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലുമുള്ള അറിവും ആഴത്തിലുള്ള പഠനവും, അപ്പോൾ എന്നെപ്പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ പുറത്തു നിന്ന് ഇത് കാണുന്ന ആളുകളാണ്. അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ ഞാൻ വളരെ ഗഹനമായി, പ്രത്യേകിച്ച് ശ്രീ P ജയരാജൻ, അദ്ദേഹം ഈ ജയിലുമായി വളരെ എന്താ പറയുക ജയിൽ ഉപദേശക സമിതി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അതുമായിട്ടുള്ള പരിചയവും ഒക്കെ അദ്ദേഹം വെളിപ്പെടുത്തി. എന്നെ ഇവിടെ ഞാൻ കോൺഗ്രസിന്റെ വക്താവ് എന്ന നിലയിലും, ഞാനൊരു അഭിഭാഷകൻ എന്ന നിലയിലും, ഒരു മുൻ സൈനികൻ എന്ന നിലയിലും ഞാൻ 3 രീതിയിലും ഇതിനെ വിലയിരുത്തുകയാണ്. എൻ്റെ ഒന്നാമത്തെ വിലയിരുത്തല്, ഇവിടെ അലക്സാണ്ടർ സാർ പറഞ്ഞതിനെയും P ജയരാജൻ പറഞ്ഞതിനെയും ഞാനൊന്ന് ഖണ്ഡിക്കുകയാണ്. ഒന്ന്, ഈ പ്രതിയെ പിടിച്ചതിന് കേരള പോലീസിന് പ്രത്യേകിച്ച് ഒരു റോളുമില്ല. കാരണം അത് വഴിയെ പോയ ഒരു ചെറുപ്പക്കാരൻ ഇവനെ കാണുന്നു, സംശയം തോന്നുന്നു, അവന്റെ പേര് വിളിക്കുന്നു, അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ആ രക്ഷപ്പെടലിന് പിറകിൽ ഈ ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിൽ പിന്നെ ആളുകളെ വിളിച്ചുകൂട്ടി പിന്നിൽ പോകുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഇയാളെ പിടിക്കപ്പെടാനുണ്ടായ ഒരു സാഹചര്യം. പിന്നെ പോലീസ് വന്നു, പോലീസ് ജാഗ്രതയിലാണ്, ആ കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ തർക്കമില്ല. പക്ഷേ ഇവിടെ ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നു, ആ ഒരു ക്രെഡിറ്റ് അത് പോലീസിന്റെ ഒരു മികവ് കൊണ്ടോ പോലീസിന്റെ ഒരു മേന്മ കൊണ്ടോ ആണ് പിടിച്ചത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ ചർച്ച കേൾക്കുന്ന, രാവിലെ മുതൽ ഈ വിഷയങ്ങൾ വർത്തമാനങ്ങൾ TV അടക്കമുള്ള മാധ്യമങ്ങളിൽ കാണുന്ന ഒരാളും വിശ്വസിക്കില്ല എന്ന് ആമുഖമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്. 2, ഇവിടെ രണ്ടാമത്തെ ഒരു വിഷയം,
അത് ശ്രീ അലക്സാണ്ടർ സാർ വളരെ വിശദമായിട്ട് സൂചിപ്പിച്ചു. അത് ശരത്ത് എടുത്തെടുത്ത് ചോദിക്കുകയും ചെയ്തു. ശരത്തെ, എൻ്റെ ഒരു ചോദ്യം, ഈ പണ്ട് ഒരു 40 കൊല്ലം 50 കൊല്ലം മുമ്പൊക്കെ, ഞാനൊക്കെ ഒരു പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ അന്നത്തെ മലയാള സിനിമയല്ല, ഇന്ത്യൻ സിനിമകളിലൊക്കെ ജയിൽ ചാടുന്നതിന്റെ ചിത്രങ്ങൾ, അതായത് ഇങ്ങനെ തുണി കളക്ട് ചെയ്ത് അത് കൂട്ടിക്കെട്ടി ജയിലിൽ നിന്ന് ചാടുക. ചാൾസ് ശോഭാരാജ് ജയിലിൽ ചാടിയതിനെ കുറിച്ച് പണ്ട് കേട്ടിട്ടുണ്ട്. തിഹാർ ജയിലിൽ നിന്ന് മറ്റേ എന്താ പറഞ്ഞ ദിവസവും കുളിക്കാൻ പോകുമ്പോൾ, അന്ന് ജയിലിനകത്ത് ഇതുപോലെ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പോകുമ്പോൾ ഷൂസിനകത്ത് തറ തുരന്നത് മണ്ണ് കൊണ്ടുപോയി ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ സമഫലമായിട്ട് ഭിത്തി തുരന്ന് അപ്പുറം പോയി എന്നൊക്കെ നമ്മളിങ്ങനെ സിനിമയിലും ചിത്രത്തിലും ഒക്കെ കേട്ടിട്ടുണ്ട്. 40 കൊല്ലം മുമ്പ് നമ്മൾ കേട്ടതും നമ്മൾ പഠിച്ചതും നമ്മുടെ നേരിട്ട് കാണുകയാണ് ശരത്തെ. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. സേനാപതി അത്ഭുതപ്പെടേണ്ടതില്ല, ഞാൻ തടസ്സപ്പെടുത്തുകയല്ല കേട്ടോ. നമ്മൾ നേരത്തെ മുൻ ജയിൽ DGP ആയിട്ട് സംസാരിച്ച പോലെ തന്നെ ഒരു കാര്യം, താങ്കൾ അത്രയങ്ങ് അത്ഭുത പരതന്ത്രനാവേണ്ട കേട്ടോ. 2013 റിപ്പർ ജയാനന്ദൻ 7 സ്ത്രീകളെ കൊലപ്പെടുത്തിയ കൊടും ക്രിമിനൽ റിപ്പർ ജയാനന്ദൻ വധശിക്ഷയ്ക്ക് മേടിച്ച് കണ്ണൂർ ജയിലിൽ നിന്ന് ചാടിയിട്ടുണ്ട്. അതിനുശേഷം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയിട്ടുണ്ട്. മാസങ്ങൾക്ക് ശേഷമാണ് അയാൾ പിടിക്കപ്പെട്ടത്. അയാൾ സ്വീകരിച്ച അതേ മാർഗം അന്ന് കണ്ണൂർ ജയിലിൽ ഈ 10-ാം നമ്പർ ബ്ലോക്കിൽ അടുത്ത സെല്ലിൽ ഉണ്ടായിരുന്നയാളാണ് ഗോവിന്ദചാമി. അപ്പോൾ അന്ന് റിപ്പർ ജയാനന്ദൻ സ്വീകരിച്ച അതേ മാതൃകയിലാണ് ഇപ്പോൾ ഇയാളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്കങ്ങ് നമ്മൾ സിനിമ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ, വായിച്ചല്ലേ കേട്ടിട്ടുള്ളൂ എന്ന് നമ്മൾ അത്ഭുതം കൂറരുത്. ശരി, പറഞ്ഞു ശരത്തെ. അത് തന്നെയാണ് ശരത്തെ എന്നെ വീണ്ടും അത്ഭുതപരതന്ത്രനാക്കുന്നത്. കാരണം ഒരു കല്ലിൽ തട്ടി 2 പ്രാവശ്യം നമ്മൾ വീഴാൻ പാടില്ല. റിപ്പർ ചന്ദ്രൻ അല്ലെങ്കിൽ മുതുകുറ്റി ചന്ദ്രൻ എന്ത് മാർഗം ാണോ ജയിലിൽ നിന്ന് ചാടിയത്, അതേ മാർഗം. ഞാനതൊന്നുമല്ല പറഞ്ഞത്, സേനാപതി പറഞ്ഞത് താങ്കൾ 40 വർഷം മുമ്പ് പ്രീ ഡിഗ്രി കാലത്ത് കോളേജിൽ പഠിക്കുമ്പോൾ സിനിമയെ കണ്ടത് ഇപ്പൊ നടക്കുന്നു എന്ന തരത്തിൽ അവതരിപ്പിച്ചു വെച്ചപ്പോൾ ഞാൻ അതിലൊരു ചെക്ക് വെച്ചതാണ്. അതങ്ങ് വിട്, നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് ചർച്ച ചെയ്യാം. റിയലിസ്റ്റിക് ആയിട്ട് ചർച്ച ചെയ്യാം. അല്ല ശരത്തെ, 12 കൊല്ലം മുമ്പ് റിപ്പർ ചന്ദ്രൻ മുതുകുറ്റി ചന്ദ്രൻ ജയിലിലുള്ളപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് CCTV ദൃശ്യങ്ങളൊന്നും വന്നില്ല. CCTV ദൃശ്യങ്ങള് ഇവിടെ അലക്സാണ്ടർ സാർ അതും പെശകാണ്. അല്ല, CCTV ഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി അന്ന് പണി നടക്കുന്നതിൽ നിന്നാണ് ആ ബ്ലേഡ് അവർ അന്ന് അത് ഉപയോഗിച്ചിട്ടാണ് അവർ അഴികൾ മുറിച്ചു മാറ്റിയത് അന്ന്. ശരി, പറഞ്ഞു. ശരത്തെ, ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഇത്രയും സാങ്കേതികമായിട്ട് വളർന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോ ക്യാമറ വെക്കുന്നതിനെ കുറിച്ച് കോടതി എന്താ തടസ്സം പറഞ്ഞിരിക്കുന്നത്? പോലീസ് സ്റ്റേഷനിലും ക്യാമറ വെക്കാം. ആളുകൾ വസ്ത്രം മാറുന്നിടത്തോ അതല്ലെങ്കിൽ അവന് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതോ അതിനകത്തല്ലല്ലോ, അങ്ങോട്ട് പോകുന്ന സ്ഥലത്ത് വഴിയിൽ വെക്കുന്നതിന് തടസ്സം എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ എല്ലാ 2 മണിക്കൂർ ഇടവിട്ടും ഈ ഇതിനകത്ത് പെട്രോളിംഗ് നടക്കുന്നു എന്ന് പറയുന്നു. ഞാൻ ഒരു 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 എന്താ പറയുക, വിമർശനത്തിനായിട്ട് പറയുന്നു, ഒരു പെട്രോളിംഗും അതിൻ്റെ അകത്തില്ല. ശ്രീ ശരത്തെ, കണ്ണൂരിലെ ജയിൽ, ഞാൻ ഈ സഖാവ് P. ജയരാജനെ ഇരുത്തിക്കൊണ്ട് പറയുന്നു, കണ്ണൂരിലെ ജയിലിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം CPM-ന്റെ കയ്യിലാണ്. അവിടെ രാഷ്ട്രീയ കൊലപാതകികൾ എന്ന മറവിൽ, അതായത് രാഷ്ട്രീയ കൊലപാതകമോ അല്ലാത്ത കൊലപാതകമോ ഒന്നുമില്ല, അവിടെ കൊടും ക്രിമിനലുകൾ പാർപ്പിച്ചിരിക്കുന്നു. ആ ക്രിമിനലുകൾ നിയന്ത്രിക്കുന്ന ജയിലാണ്. പണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവിടുത്തെ 11-ാം ബ്ലോക്കിൽ പോയി, 11-ാം ബ്ലോക്കാന്നാണ് എന്റെ ഓർമ്മ, പോയി ഇതൊക്കെ കണ്ടതാണ്. അന്നൊക്കെ തടവുകാരെ അവിടെ നിന്ന് മാറ്റാനായിട്ടുള്ള, അവിടെ തടവുകാർക്ക് മൊബൈൽ ഫോൺ കിട്ടുന്നു, പുറത്തുനിന്ന് അവർക്ക് കഞ്ചാവ് ബീഡി സാധനങ്ങൾ കിട്ടുന്നു, അവരാഗ്രഹിക്കുന്ന സാധനങ്ങളെല്ലാം. ഇതെല്ലാം കിട്ടിക്കൊണ്ടിരുന്ന അവിടുത്തെ രാഷ്ട്രീയ തടവുകാർക്ക് കിട്ടുന്ന ആ സൗജന്യത്തെ മറയാക്കിക്കൊണ്ട് ഗോവിന്ദചാമി ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. ഇത്രയും എന്നെ ഒന്ന് പറയാൻ, ഇത്രയും കാര്യങ്ങൾ റെഗുലറായിട്ട് ചെയ്തത് ഇത് കണ്ടില്ല എന്ന് ജയിൽ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ അത് കാണാത്ത കൊണ്ടല്ല സാർ, ഇത് കണ്ടു. ചില ആളുകൾ ഇതിൽ കണ്ണടച്ചു, അയാൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തു. ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇതിനെയാണ് നമ്മൾ പറയുന്നത് സിസ്റ്റത്തിന്റെ തകരാറ്. കേരളത്തിൽ എ ടോട്ടൽ കൊളാപ്സ് ഓഫ് സിവിൽ അഡ്മിനിസ്ട്രേഷൻ. അത് സ്കൂളിന്റെ കാര്യം, ആശുപത്രിയുടെ കാര്യം, പോലീസ് സ്റ്റേഷന്റെ കാര്യം, ഏത് കാര്യമാണല്ലോ. ഒറ്റ മിനിറ്റ്, ഇന്നൊരു വനിതാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 16 ലക്ഷം രൂപ പെറ്റി കേസിൽ നിന്ന് അവർ അടിച്ചു മാറ്റി എന്ന് പറയുമ്പോൾ ഒരു അഭിഭാഷകനായി എനിക്ക്, അലക്സാണ്ടർ സാർ ഇവിടെ പോലീസിൽ ADGP ആയിട്ട് പിരിഞ്ഞ ഒരാളാണെന്നോ സാറിന് എന്താ ഇതിന്റെ അകത്ത്? അത് തന്നെയാണ് സാർ സിസ്റ്റത്തിന്റെ കൊളാപ്സ്. ആ സിസ്റ്റത്തിന്റെ തകർച്ചയുടെ ഭാഗമാണ് ഇതൊക്കെ. ഇത്
ഇത് ഗവൺമെന്റിന്റെ തകർച്ച. ഓക്കെ, റൈറ്റ്. ഞാൻ അഡ്വക്കേറ്റ് സി ഷുക്കൂറിലേക്ക് കൂടി പോവുകയാണ്. ഷുക്കൂർ വക്കീൽ നേരിട്ട് ഈ ചർച്ചയിൽ വരാമെന്ന് ഏറ്റിരുന്നതാണ്, പക്ഷേ അദ്ദേഹം ഒരു യാത്രയിലാണ്, സമയത്ത് എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഫോണിൽ അദ്ദേഹത്തിൻ്റെ ഒരു റിയാക്ഷൻ ഇതുമായി ബന്ധപ്പെട്ടെടുക്കാം. ഇവിടെ ഈ ചർച്ച മുന്നോട്ട് പോയൊരു ഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നത്, ഈ സൗമ്യ കേസുമായി ബന്ധപ്പെട്ട് അന്ന് കോടതിയടക്കം ചോദിച്ച ചോദ്യമായി വാർത്തകളിൽ കണ്ടതാണ്. അത് താങ്കൾക്ക് തന്നെ സബ്ജക്റ്റ് ടു കറക്ഷൻ കുറച്ചുകൂടി കൃത്യതയോടെ പറയാം. അതായത് 1.5 കൈയുള്ള ഒരാൾ, അല്ലെങ്കിൽ ഇങ്ങനെ ദുർബലനായ ഒരാൾ, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രതിയാവട്ടെ ഒരു വ്യക്തി സൗമ്യയെ പിടിച്ച് തള്ളിയിടുമോ എന്ന തരത്തിലേക്കൊരു സംശയം എവിടേക്കോ നിന്നിരുന്നു. കോടതിയുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ മനസ്സിലായ ഒരു വിവരം ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് വെക്കുകയാണ്. പക്ഷേ അങ്ങനെയൊക്കെ ഉള്ള സംശയം നിലനിന്നൊരു സമൂഹത്തിലാണ് ഇന്ന് അയാൾ ഏറ്റവും കനത്ത സുരക്ഷാ സംവിധാനങ്ങളുള്ള, അത് ഏതൊക്കെ തരത്തിലാണെന്ന് ഇപ്പോൾ മുൻ ജയിൽ DGP തന്നെ പറഞ്ഞു. 10-ാം നമ്പർ ബ്ലോക്കിന് മുമ്പിൽ കിടങ്ങുണ്ട്, അതിനപ്പുറത്ത് മതിലുണ്ട്, അതിനുമപ്പുറത്ത് മറ്റൊരു പ്രതിബന്ധമുണ്ട്, അതും കടന്നു വേണം വലിയ ഉയരമുള്ള ഈ മതിലൊക്കെ കടന്ന് ജയിൽ കോമ്പൗണ്ട് വിട്ട് പുറത്തു പോകാൻ. അതുപോലെ അഴി മുറിക്കുന്നു, കാലങ്ങളായി അഴി മുറിച്ച് അതിനിടയിലൂടെ പുറത്ത് കിടക്കുന്നു. അതിനപ്പോൾ ഒരു ചപ്പാത്തി ട്രീറ്റ്മെൻറ്റിൻ്റെ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതൊരു നല്ല ഡയറ്റായിട്ട് ഇപ്പോൾ ആളുകൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നു. വണ്ണം കുറയ്ക്കാനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇനി എല്ലാം കുറച്ച് ചപ്പാത്തി മാത്രമാക്കിയാൽ ഈ പറഞ്ഞ പോലെ ഗോവിന്ദച്ചാമി മെനു ആക്കി എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഈ കോടതി അടക്കം ഉന്നയിച്ച ഈ ഒരു സംശയം നിൽക്കുമ്പോഴാണ് അതുപോലെ തന്നെ ആശങ്കപ്പെടുത്തുന്ന വിധത്തിൽ അയാൾ ഇന്ന് ജയിലിൽ ചാടാൻ ശ്രമിച്ചത്. അവിശ്വസനീയമായ പ്രശ്നങ്ങൾ ഇപ്പോഴും വിവരങ്ങൾ പുറത്തു വരുമ്പോൾ താങ്കളെ സംബന്ധിച്ചുണ്ടോ? താങ്കളുടെ സംശയങ്ങൾക്ക് ചില ഉത്തരങ്ങൾ ഇതിനോടകം വന്നിട്ടുണ്ടോ? കാരണം ഇയാളുടെ മൊഴിയൊക്കെ വന്നിട്ടുണ്ടല്ലോ ഷുക്കൂർ വക്കീൽ. തീർച്ചയായും. ഞാൻ അതിന് മുമ്പ് ഞാൻ നേരത്തെ ബഹുമാനപ്പെട്ട മുൻ ജയിൽ DGP അതുപോലെ തന്നെ സഖാവ് P. ജയരാജനൊക്കെ സാറൊക്കെ പറഞ്ഞ ഒരു പോയിന്റിൽ ഞാൻ ചെറിയ വിയോജിപ്പുണ്ട്. ഡെയിലി വേജസിന് വരുന്നവര് എല്ലാം മോശക്കാരാണെന്നുള്ള നിലപാട് നമ്മൾ എടുക്കാൻ പാടില്ല. ഡെയിലി വേജസിന് വരുന്നവർ അഴിമതിക്കാരാണെന്നുള്ള ധാരണ നമ്മൾ തിരുത്തണം. ഈ സ്ഥിരം സർവീസിലുള്ളവർ അഴിമതിക്കാരുണ്ട്, ഡെയിലി വേജസിന് വരുന്നവരും ഉണ്ട്. ഡെയിലി വേജസും ഗവൺമെന്റ് സ്ക്രൂട്ടിനൈസിട്ട് ആളെ എടുക്കുന്നത്, ഗവൺമെന്റ് എല്ലാ നിലയിലും പരിശോധിച്ചിട്ട് തന്നെയാണ് ആളെ എടുക്കുന്നത്. അപ്പൊ ഡെയിലി വേജസിന് വരുന്നവർ ആൾക്കാരായതുകൊണ്ട് അവര് എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുന്നതിൽ മുൻവിധി നമ്മുടെ ഒരു നല്ല നിലപാടാണ് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം, തൊട്ടു മുമ്പ് സംസാരിച്ച വേണുഗോപാൽ അദ്ദേഹം പറയുന്നത് കേരള പോലീസ് അല്ല ഇദ്ദേഹത്തെ ഈ ഒരു റോള്, അത് തെറ്റാണ്. ഈ ദൃശ്യം ആദ്യമായിട്ട് ലോകത്തോട് കാണിക്കുന്നത് മാതൃഭൂമി ടെലിവിഷനിലെ ഷിബിൻ എന്ന് പറയുന്ന വീഡിയോഗ്രാഫറാണ്. അദ്ദേഹത്തിന്റെ അഭിമുഖം മാതൃഭൂമി TV തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൃത്യമായി പറയുന്നുണ്ട്, പോലീസിന്റെ പിറകെയാണ് ഞങ്ങൾ പോയത്. ആ ദൃശ്യങ്ങൾ അങ്ങനെയുണ്ട്. സേനാപതി പറഞ്ഞപ്പോൾ ഞാനത് ഓർക്കുകയും ചെയ്തു. ഇത് കറങ്ങി വരട്ടെ, എന്നിട്ട് നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്ന് വരാം, ഇല്ലെങ്കിൽ ക്ലിയർ ചെയ്യാം എന്ന് വിചാരിച്ചാൽ ഞാൻ വരുന്നത്. അതിൽ കാണുന്നുണ്ട് ഈ ക്യാമറാമാൻ ക്യാമറയുമായി ഓടുന്നതിന് മുമ്പ് പോലീസ് പോകുന്ന ഒരു ഡയറക്ഷൻ പിടിച്ച് ആ ഒരു സ്കില്ല ക്യാമറാമാൻ എടുത്തത് കൊണ്ടാണ് ആ ദൃശ്യങ്ങൾ. അവരെന്നെ പറയുന്നത് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് പോലീസ് അവിടേക്ക് എത്തുന്നത്. അവരെ പോലീസ് പോകുന്ന കൂടെ തന്നെ ഇവർ പോവുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഞാൻ ഒരു കാര്യം കൂടി വളരെ ചുരുക്കത്തിൽ, രാവിലെ ഈ വാർത്ത കൈകാര്യം ചെയ്ത് പ്രസന്റ് ചെയ്ത ആളാണ് ഞാൻ. ഏതാണ്ട് 10 ഇന്ന് വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത് കൈരൽ ന്യൂസാണ് ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട്. അത് കഴിഞ്ഞ് 10 മണിക്ക് ശേഷം ഏതാണ്ട് 10:10 ആ സമയത്ത് ആ CCTV ദൃശ്യങ്ങൾ സ്പോട്ടിൽ നിന്ന് ക്യാമറയിൽ പകർത്തി കൊടുക്കുന്നു. ദൃക്സാക്ഷികൾ സംസാരിക്കുന്നു, ഇങ്ങനെ അയാളെ കണ്ടു. 9:13 ആ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് വന്ന് 9:13 ആ CCTV ദൃശ്യങ്ങൾ പോലീസിലെത്തുന്നു. 9:15 പോലീസ് ആ തളാപ്പിലെ ആ ഒഴിഞ്ഞ വീടും പറമ്പും എല്ലാം വളയുകയാണ്. അത് കഴിഞ്ഞ് 10 മണി കഴിഞ്ഞാണ് മാധ്യമങ്ങൾക്ക് ഈ വാർത്ത തന്നെ വരുന്നത്. പറഞ്ഞോളൂ സർ. അപ്പൊ തീർച്ചയായും കേരള പോലീസിന്റെ മികവ് തന്നെയാണത്. അതായത് നേരത്തെ ശരത് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. റിപ്പർ ജയചന്ദ്രൻ തടവ് ചാടിയത് 2013 ജയാനന്ദൻ 2013 ചാടിയത് അയാൾ 3 മാസം കഴിഞ്ഞിട്ട് അയാളെ പിടിക്കാൻ പറ്റിയത്. അത്രയും ഇതിപ്പം ഒരു മണിക്കൂറുകൾക്ക് ഇയാളെ പിടിച്ചിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട എനിക്കൊരു സജഷൻ ഈ കാര്യത്തിലുള്ളത്, നമ്മൾ ഡ്രോൺ ക്യാമറ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? ഇപ്പൊ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ആ ജയിലിന്റെ ചുറ്റുവട്ടത്തിൽ ഡ്രോൺ ക്യാമറ ഉപയോഗിക്കാൻ നിയമപരമായ തടസ്സമില്ലെങ്കിൽ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു കുറച്ചും കൂടി വേഗത്തിൽ. ഇപ്പൊ വിദേശ രാജ്യങ്ങൾ, ഇപ്പൊ UAE പോലുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ പിന്നെ UK പോലുള്ള രാജ്യങ്ങളിൽ ക്രൈം ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇങ്ങനെ തടവ് ചാടിയവരൊക്കെ പിടിക്കുന്നതിന് ഡ്രോൺ ക്യാമറ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സജഷനാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാളെ ഈ ജയിൽ വിദഗ്ധരുമായിട്ട് ചർച്ചകൾ സമയത്ത് ഈ കാര്യത്തിൽ ഈ ജയിലിന്റെ ചുറ്റുവട്ടത്തും ഡ്രോൺ ഉപയോഗിക്കുന്നതിന് സുരക്ഷാ വീഴ്ച ഇല്ല എങ്കിൽ ഒരുപക്ഷെ ജയിലിനകത്തേക്ക് ആരെങ്കിലും ബോംബൊക്കെ നമ്മളിത് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. ഈ പാലക്കാട്ട് നെന്മാറയിലുണ്ടായ ഇരട്ടക്കൊലപാതകം ഹീനമായി ചെന്താമര കേസില്ലേ, അന്ന് ഡ്രോൺ ഉപയോഗിച്ച് ആ പരിസരം ആകെ സെർച്ച് ചെയ്യുന്ന ഒരു നിലയൊക്കെ ഉണ്ട്. ഞാൻ പെട്ടെന്ന് ഓർത്തതാണ്. പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ പാർട്ടായിട്ട് അതുണ്ട്. ഇതിലുകൂടി അത് വരാമായിരുന്നു.
പോലീസ് തന്നെ ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം സെക്യൂരിറ്റി ഇഷ്യൂസ് ഇല്ലല്ലോ, കാരണം പ്രൈവറ്റ് ഏജൻസീസ് അല്ല. ഇന്ന് രാവിലെ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ നേരത്തെ കിട്ടുമായിരുന്നു. അത് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. ഇപ്പൊ ഗംഗൻ ഗോയ് എന്ന് പറയുന്ന നമ്മൾ പഴയ ചീഫ് ജസ്റ്റിസ് ആണ്. അദ്ദേഹം പിന്നെ BJPയുടെ രാജ്യസഭാ MP ആയി. അദ്ദേഹമാണ് ഈ കേസിൽ ഈ ഇദ്ദേഹത്തിന് ഈ വധശിക്ഷ ഒഴിവാക്കിയിട്ട് ജീവപര്യന്തത്തിലേക്ക് മാറ്റുന്നത്. രഞ്ജൻ ഗൊഗോയ്. അതെ, ഇത് ഷേർലി വാസ് മേഡാണ് ഈ നമ്മുടെ സൗമ്യ എന്ന് പറയുന്ന നിർഭാഗ്യവതിയായ പെൺകുട്ടിയെ പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഈ ഷേർലി വാസ് മാഡത്തിന്റെ ഒരു ഇന്റർവ്യൂ ഇന്നൊരു മീഡിയ പകർത്തി കൊടുത്തിട്ടുണ്ട്. ഇയാളുടെ സ്വഭാവം എങ്ങനെയാണ്, ഇയാൾ ഏത് രീതിയിലാണ് റിയാക്ട് ചെയ്യുന്ന ആളാണ്, അത് വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ്. ഇപ്പം ഈ ജയിൽ ചാടുന്ന ഇത് കൊടും ക്രിമിനലാണ്. നമ്മൾ സാധാരണ പറയുന്ന പോലത്തെ ക്രിമിനലിന്റെ അപ്പുറത്താണ് ഒരു മാനസിക നിലയിലുള്ള ഒരാളാണ് ഈ ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന ആള്. അത് അങ്ങനെയുള്ള ഒരാളെ ട്രീറ്റ് ചെയ്യാൻ മാത്രം നമ്മുടെ ജയിൽ സംവിധാനം ഇല്ല. അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പിന്നെ ഉള്ളത് ഈ രാത്രി 1:30 മണിക്ക് ജയിൽ ചാടി. ഇപ്പോ ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽ വരുന്നത് 5:05 അവർ പറയുന്നത്. അവർ പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ന്യൂസ് 7 മണിക്കാണ്. അപ്പൊ 1 മണി മുതൽ 7 മണി വലിയൊരു ഗ്യാപ്പ് അതിന് എങ്ങനെ? എനിക്ക് അതിലൊരു വിയോജിപ്പുണ്ട്. എന്താണെന്നറിയോ, രാവിലെ ഈ വിഷയം ലൈവായി കൈകാര്യം ചെയ്യുന്ന സമയത്ത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ ട്രെയിനുകളിൽ പരിശോധന നടത്തുമ്പോൾ അതിനോടകം ആ ഭാഗത്തേക്ക് മംഗലാപുരത്തേക്ക് പോകുന്ന പാസഞ്ചറോ മറ്റോ പരിശോധിച്ച് കഴിഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞത്, ഞങ്ങൾക്ക് 7 മണിയോടുകൂടി അവിടെ വിവരം ലഭിച്ചു, നിർദ്ദേശം വന്നു പരിശോധിക്കാൻ എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും അത് വരണമെങ്കിൽ അതിനു മുമ്പ് തന്നെ പോലീസിലേക്ക് വിവരം പോയിട്ടുണ്ടാകണമല്ലോ. അല്ലാതെ കോഴിക്കോടേക്കൊന്നും അങ്ങനെ വിവരങ്ങൾ ചെല്ലില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നേരത്തെ പോയിട്ടുണ്ടാകാം. എന്നാലും ഈവൻ തന്നെ അത് ഈ നേരത്തെ ജയരാജ് സഖാവ് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്കത് ആവർത്തിച്ച് പറയാനുള്ളത്, എങ്ങനെയാണ് ജയിലിലെ ജീവനക്കാർക്ക് ഇങ്ങനത്തെ ഒരു വീഴ്ച സംബന്ധിച്ച് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോ ഇലക്ഷൻ, ഞാനിപ്പോ എല്ലാവരും ഇപ്പൊ കോൺഗ്രസ് നേതാവ് പറഞ്ഞത് ഇത് ഗവൺമെന്റ് വീഴ്ച എന്നാണ്. 2024 അവസാനം ഇലക്ഷൻ വരാൻ പോവാണ്, 25 ആദ്യ ഇലക്ഷൻ വരാൻ പോവാണ്. ഗവൺമെന്റിനെതിരെ വലിയ തോതിൽ ഗൂഢാലോചന നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ നമ്മൾ നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. ഇതിനെ ഉപയോഗിച്ചിട്ട് ഗവൺമെന്റ് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർക്ക് സാധ്യത ഉണ്ടായിരുന്നോ? അവരുടെ ബന്ധങ്ങൾ എന്താണ്? ഇപ്പൊ ഈ ഡെയിലി ബേസിന് വന്ന ആൾക്കാരോ അവർക്ക് ഫോൺ ഉണ്ടാവുമല്ലോ, അവരുടെ ഫോൺ കോൺടാക്ട് ആരൊക്കെ ആയിട്ടായിരുന്നു, എങ്ങനെയാണ് ഈ വീഴ്ച സംഭവിച്ചത് വിശദമായിട്ട് ഗവൺമെന്റ് പഠിക്കുകയും ഇപ്പൊ 4 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ സസ്പെൻഷൻ ഉള്ളവർക്ക് ഒരു ദയ അറിയിക്കാത്തവരാണ്. പ്രാഥമികമായി അവർ കുറ്റക്കാരാണ് ബോധ്യപ്പെട്ടതാണല്ലോ സസ്പെൻഡ് ചെയ്യുന്നത്. ഇത്തരം വീഴ്ചകൾ ഒരു നിലക്കും കേരളം അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല, ഇപ്പം ഈ BNS 316 പ്രകാരം ഇങ്ങനെ ജയിൽ ചാടുന്നവർക്കെതിരെ വളരെ ശക്തമാക്കുന്ന രീതിയിലുള്ള നിയമം വന്നിട്ടുള്ളത്. നേരത്തെ IPC 2 വർഷമാണ് ശിക്ഷയായിരുന്നെങ്കിൽ ഇപ്പം ജീവപര്യന്തം ശിക്ഷയോ മിനിമം 10 വർഷം ശിക്ഷയോ കൊടുക്കാവുന്ന കുറ്റകൃത്യമായി ജയിൽ ചാട്ടത്തെ മാറ്റിയിട്ടുണ്ട്. ശിക്ഷ കൂടി അയാൾക്ക് വാങ്ങിക്കൊടുക്കാനാകും അല്ലേ? അതെ, ജീവപര്യന്തം തടവ് ശിക്ഷ കൂടി അയാൾക്ക് കിട്ടാവുന്ന സാഹചര്യത്തിലേക്കാണ് ഈ രണ്ടാമത്തെ കുറ്റകൃത്യം പോകുന്നത്. പിന്നെയുള്ളത്, നേരത്തെ സുപ്രീം കോടതി ക്ലോസ് ചെയ്ത കേസാണ് സൗമ്യ വധക്കേസ്. അതില് ഒരു റിവ്യൂ പെറ്റീഷൻ പോലും സുപ്രീം കോടതി തള്ളിയിട്ടുണ്ട്. പുതിയ സാഹചര്യത്തിൽ ഇയാളുടെ ഈ സ്വഭാവം വെച്ചിട്ട് വീണ്ടും അത് പരിശോധിക്കാൻ കഴിയുമെന്ന് നിയമവിദഗ്ധർ ആലോചിക്കേണ്ടതുണ്ട്. സുപ്രീം കോടതിയുടെ മുമ്പാകെ ഈ നേരത്തെ ക്ലോസ് ചെയ്ത് വധശിക്ഷ ജീവപര്യന്തം ആക്കിയ ഒരു വിധി നിലനിൽക്കെ അത് ഫൈനലാണ്, തർക്കമൊന്നുമില്ല. സാധാരണ സുപ്രീം കോടതി ഒരു കാര്യം തീരുമാനിച്ച ഫൈനലാണ്. പക്ഷെ ഇത്തരം ഒരു ഘട്ടങ്ങളിൽ ഇത്തരം കുറ്റകൃത്യം ഏർപ്പെടുന്ന ഒരാൾക്ക് വധശിക്ഷ തന്നെ നൽകേണ്ട, വധശിക്ഷയ്ക്ക് വ്യക്തിപരമായി 100% വിയോജിപ്പില്ല ഒരാളാണ് ഞാൻ. നമ്മുടെ CPM പാർട്ടി വധശിക്ഷയ്ക്കെതിരാണ്, കേരള ഗവൺമെന്റ് വധശിക്ഷയ്ക്കെതിരാണ്. പക്ഷെ വധശിക്ഷ എന്ന് പറയുന്ന ഒരു സംഗതി ഇത്തരം കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവർക്കെതിരെ ഉപയോഗിക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ ഗൗരവത്തിൽ സമൂഹം ആലോചിക്കേണ്ടത്. നന്ദി ഷുക്കൂർ വക്കീൽ, ഞങ്ങളോട് ഇക്കാര്യങ്ങളെക്കുറിച്ച് ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് കൂടി ഈ വിഷയങ്ങളെ സമീപിച്ച് ഒരു സാമൂഹ്യ നിരീക്ഷണം ശക്തമായ നിലയിൽ അവതരിപ്പിച്ചതിന് ഞാൻ ശ്രീ അലക്സാണ്ടർ ജേക്കബിലേക്കാണ് വരുന്നത്. ശ്രീ അലക്സാണ്ടർ ജേക്കബ്, ഇതിൽ 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ രാത്രിയിലെ, നേരത്തെ താങ്കളത് പറഞ്ഞുപോയി, പക്ഷേ ഈ രാത്രി കാലത്ത് ഈ ജയിലിനകത്തെ 2 മണിക്കൂറും അല്ലെ 3 മണിക്കൂറോ ഇടവിട്ടുണ്ട് എന്ന് പറയുന്ന പരിശോധനയുടെ ഒരു പൊതുരീതി എന്താണ്? അതൊന്ന് വിശദമാക്കാമോ? അങ്ങനെയാണെങ്കിൽ ആളുകൾക്ക് മനസ്സിലാകും ഇന്നലെ രാത്രി അതൊക്കെ എത്രമാത്രം നടന്നിട്ടുണ്ട്. കാരണം 1 മണിക്ക് ശേഷം ഏതാണ്ട് രാവിലെ വരെ ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം പല നിലകളിൽ നടത്തിയ ഒരു കൊടും ക്രിമിനലാണ്. അപ്പോൾ ഈ ജയിലിനകത്തെ പരിശോധനയുടെ ഒരു വ്യവസ്ഥ എത്രമാത്രം നടപ്പായി എന്ന് താങ്കൾ പറഞ്ഞാൽ അത് കുറച്ചുകൂടി ആളുകൾക്ക് വിവേചന ബുദ്ധിയോടെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, താങ്കൾ ഒരുപാട് കുറ്റകൃത്യങ്ങളും ഒരുപാട് കാര്യങ്ങളും നല്ല ഓർമ്മയിൽ നിന്നങ്ങ് അവതരിപ്പിക്കുന്നുണ്ട്, ഇവിടെ മാത്രമല്ല പൊതുവിൽ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഈ റിപ്പർ ജയാനന്ദൻ്റെ കേസ് ഇതേ 10-ാം നമ്പർ ബ്ലോക്കിലായിരുന്നു
സെല്ലിലായിരുന്നു അയാൾ, അതിന് തൊട്ടടുത്ത സെല്ലിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. റിപ്പർ ജയാനന്ദനും ഇതേ പാറ്റേണിലാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ആ ശ്രമം ആ ഒരു പാറ്റേൺ മനസ്സിലാക്കിയിട്ടാണോ ഇപ്പോഴും പരിശോധിച്ചാൽ ഈ ഗോവിന്ദചാമിയും അതേ രീതിയിൽ തന്നെ സെല്ലിൻ്റെ അഴിമുറിച്ച് അതിന് ഉപ്പുപയോഗിച്ച് അതിനുശേഷം തുണികളൊക്കെ കൂട്ടിക്കെട്ടി ഇതുപോലെ ഇത് തന്നെയാണ് അയാളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ രീതിയാണോ ഇയാളും പിൻപറ്റിയിട്ടുള്ളത്? രണ്ട് കാര്യങ്ങൾ. മൂന്നാല് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, ഈ തടവ് ചാടുന്നവരിൽ 70% മഴക്കാലത്താണ് ചാടുന്നത്. കർക്കിടക മാസം വരുന്ന മഴക്കാലം, തുലാവർഷവും ഇടവപ്പാതിയിലാണ് ചാടുന്നത്. അപ്പോൾ ആ സമയത്ത് തടവാട്ടം കൂട്ടുന്ന കൂട്ടത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. 70% തടവുകാരൻ തടവ് ചാടുന്നത് തുണി കൊണ്ട് മേളിൽ കെട്ടിയിട്ട് തൂങ്ങി ഇറങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് തടയാൻ വേണ്ടി ജയിലിൻ്റെ മതിലിൻ്റെ എല്ലാം മുകളിൽ ഇരുമ്പ് കമ്പി വെച്ച് ലൈനിങ്സ് ഉണ്ടാക്കിയ ശേഷം അതിനകത്ത് കറണ്ട് പാസ് ചെയ്തു. ഞാനത് തുടങ്ങി വെച്ചു. സെൻകുമാറാണ് അത് പൂർത്തിയാക്കിയത്. അത് കഴിഞ്ഞപ്പോൾ കിളികൾ വന്നെതിരുന്നാൽ കിളികൾ ചാവുന്നുണ്ട്, അതിനകത്ത് ഇങ്ങനെ ഇലക്ട്രിക് ഫെൻസ് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമായി. പക്ഷേ ഞങ്ങൾ വിട്ടുകൊടുത്തില്ല, ഞങ്ങളത് വീണ്ടും തുടർന്നു. പക്ഷേ ഈ ഇലക്ട്രിക് കമ്പി ഈ തടവുകാർ ചാടുന്ന സമയത്തൊക്കെ ഓഫാവുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഓഫായി, കണ്ണൂർ ഓഫായി, തൃശ്ശൂർ ഓഫായി. അപ്പോൾ അത് ഓഫാവുന്നത് നാച്ചുറലായിട്ട് പറ്റിയതാണോ, ഇലക്ട്രിക് കറണ്ട് സപ്ലൈ പോയതാണോ, അത് മനഃപൂർവ്വം ഓഫ് ചെയ്താണോ എന്നുള്ളത് ചിന്തിക്കുകയും ഈ ഇരുമ്പമ്പി ഇല്ലാത്തിടത്ത് ആ ഇരുമ്പമ്പി വെക്കാനുള്ള സജ്ജീകരണം ഉണ്ടാക്കുകയും ചെയ്യണം. 2, ഈ തടവ് ചാടിയിട്ട് പരോൾ ജമ്പ് ചെയ്തിട്ട് കിട്ടാത്ത 49 പേരുണ്ട്. ഇപ്പോൾ ഇവനെ 2 മണിക്കൂർ കൊണ്ട് കിട്ടി. അപ്പോൾ ഈ കിട്ടാത്ത 49 ഒന്ന് പിടിക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും സജ്ജീകരണം ഉണ്ടാക്കാൻ പറ്റുമോ? അത് നമ്മൾ പ്രത്യേകമായിട്ട് അന്വേഷിക്കണം. പിന്നെ ബഹുമാനപ്പെട്ട വക്കീൽ പറഞ്ഞു ഡ്രോൺ പരിശോധിച്ച് നോക്കിക്കൂടെയെന്ന്. ഡ്രോൺ പരിശോധിച്ചു. ഞങ്ങൾ ഡ്രോൺ 2 എണ്ണം വാങ്ങിച്ചിട്ട് കണ്ണൂർ ജയിലിൽ പ്രാക്ടീസ് ചെയ്തു. ആ ജയിലിൻ്റെ തൊട്ടടുത്ത് ഒരു പത്രപ്രവർത്തകൻ താമസിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ഭാര്യ കുളിക്കുന്ന ആ കുളിമുറിയുടെ ആ ജനലിൻ്റെ മേളിൽ കൂടെ ഈ ഡ്രോൺ വന്നാൽ കാണാൻ പറ്റും, സ്ത്രീയുടെ നഗ്നത കാണാൻ പറ്റുമെന്ന് കംപ്ലൈൻറ്റ് പോയി. പത്ര റിപ്പോർട്ട് വന്നു. പത്ര റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഡ്രോൺ പരിശോധന നിർത്തിലാക്കാനായിട്ട് ജയിൽ ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിക്കേണ്ടി വന്നു. പ്രബലമായൊരു പത്രത്തിൻ്റെ ലേഖകനാണ് ഈ കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുന്നത്. അയാളുടെ ഭാര്യയുടെ സത്യത്തിൽ വലിയ കഷ്ടപ്പാടാണ് കേരളത്തിലെ ജയിലധികൃതരെ സംബന്ധിച്ചല്ലേ. ഈ നാട്ടിൽ ഈ ജയിൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്തൊരു അവസ്ഥയിലൂടെയാണ് ജയിലധികൃതർ ജീവിച്ചു പോകുന്നതെന്ന് തോന്നിപ്പോകും താങ്കൾ പറയുന്നത് കേൾക്കുമ്പോൾ. എന്തിനു ശ്രമിച്ചാലും തടസ്സം അല്ലേ? അത് കഴിഞ്ഞ് CCTV വെക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ CCTV വെക്കാൻ തുടങ്ങിയപ്പോൾ പുറത്തുനിന്നുള്ളവരുടെ ഇന്ന് ടെൻഡർ വിളിച്ചപ്പോൾ പുറത്തൊരാൾ ആദ്യം പിടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അത് അഴിമതി ഉണ്ടാവുന്ന ആരോപണം വരുമെന്ന് ഭയപ്പെട്ടിട്ട് കെൽട്രോണിന് കൊടുത്തു. കെൽട്രോണി ആദ്യം CCTV വെച്ച് കഴിഞ്ഞ് ഓരോ ആണ്ടിലും അത് കേടാവുന്ന റിപ്പയർ ചെയ്യാൻ 20 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കേടായാൽ റിപ്പയർ ചെയ്യുന്ന പൈസ ഞങ്ങൾ തരാം, അല്ലാതെ കേടായാലും ആയില്ലെങ്കിൽ 20 ലക്ഷം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതിന് സംഭവം 5 ലക്ഷത്തിൽ കൂടുതലുള്ളത് ഫൈനാൻസിന് ക്ലിയറൻസിന് പോകണം. ഫൈനാൻസും ഒക്കത്തില്ല. കേടാവുന്ന ക്യാമറ റിപ്പയർ ചെയ്യാൻ പറ്റും, അഡ്വാൻസ് 20 ലക്ഷം കൊടുക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പറ്റി? ഈ ക്യാമറകൾ വലുതും ഫങ്ഷൻലെസ്സായി. അപ്പോൾ അത് നമ്മൾ തടയാനായിട്ട് പറ്റാത്ത ഒരുവായി. പിന്നെ ഒരു വർഷം ഈ കേരളത്തിൽ 16 ലക്ഷം കേസാണ് പോലീസ് സ്റ്റേഷനിൽ FIR ആയിട്ട് വരുന്നത്. പിന്നെ അന്വേഷണം കഴിഞ്ഞ് ചാർജ് ഷീറ്റ് ചെയ്യാനുള്ളത് 18 ലക്ഷം പെൻഡിംഗ് ആണ്. 34 ലക്ഷം കേസാണ് ഈ പാവം പോലീസ് അന്വേഷിക്കുന്നത്. അതിൽ 8 ലക്ഷം പേരാണ് ഒരു കൊല്ലം അറസ്റ്റ് ചെയ്യുന്നത്. 8 ലക്ഷം പേരെ. അപ്പോൾ ഈ 8 ലക്ഷം പേരെ അറസ്റ്റ് ചെയ്യുമ്പോൾ നാട്ടുകാർ ആരെങ്കിലും വിവരം തരാതെ പോലീസ് ദിവ്യദൃഷ്ടി കൊണ്ടല്ല അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും വിവരം തന്ന് പോലീസ് അറസ്റ്റ് ചെയ്താൽ പോലീസിനല്ല ക്രെഡിറ്റ്, ആ വിവരം തന്നവനാ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഈ 8 ലക്ഷം അറസ്റ്റ് ചെയ്ത പോലീസിന്റെ അവസ്ഥ എന്താ നമ്മൾ ആലോചിച്ച് നോക്കണം. വിവരം തന്നവനാണെന്നുള്ള വാദം താങ്കൾ ഈ പറഞ്ഞതിൽ എന്തോ ഒരു യോജിപ്പോ വിയോജിപ്പോ ശ്രീ ജയരാജന് ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം അക്കാര്യത്തിൽ ഒന്ന് ഇടപെടാൻ കൈ ഉയർത്തുന്നുണ്ടായിരുന്നു. ഒന്ന് ചുരുക്കി എന്താണ് ശ്രീ ജയരാജൻ? എന്താണ് ശ്രീ ജയരാജനോട് പറയട്ടെ. അല്ല, ഞാൻ ബഹുമാനപ്പെട്ട മുൻ DGP പറഞ്ഞതിനോടല്ല വിയോജിപ്പ്. ഇവിടെ സേനാപതി നേതാവ് പറഞ്ഞ കാര്യത്തോടാണ് വിയോജിപ്പ്. അതായത് കണ്ണൂർ സെൻട്രൽ പറഞ്ഞോളൂ. അതെ അല്ല, മുൻ ജയിൽ DGP പൂർത്തീകരിച്ചോട്ടെ. ശരി. അങ്ങനെയാണെങ്കിൽ ശ്രീ അലക്സാണ്ടർ ജേക്കബ്, ഒരു കാര്യം, താങ്കൾ ഈ ജയിലിൻ്റെ പരിഷ്കരണവും നവീകരണവും ചുറ്റുപാടും ഉണ്ടാകുന്ന എതിർപ്പിനെ കുറിച്ച് പറഞ്ഞു. ജയിലിനകത്തുള്ള പ്രതികൾ രാത്രികാലങ്ങളിൽ അവർ ജയിൽ സെല്ലിൽ തന്നെ ഉണ്ടോ, ചാടാൻ നോക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിലാണ് ഇതിൻ്റെ ഒരു സൂക്കേട് തുടങ്ങുന്നതെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഈ ജയിൽ അധികൃതർ ഈ രാത്രികാലങ്ങളിൽ എന്തു ചെയ്യുന്നു, എങ്ങനെയാണ് രാത്രി പരിശോധനയുടെ ഒരു വ്യവസ്ഥ? താങ്കളിൽ നിന്ന് അത് കേൾക്കാൻ ആഗ്രഹമുണ്ട്.
അല്ല, രാത്രി പരിശോധന സാധാരണ പകൽ സമയത്ത് 2 മണിക്കൂർ കൂടുമ്പോഴും രാത്രി 3 മണിക്കൂർ കൂടുമ്പോഴാണ് പരീക്ഷ. ഇത് അപ്പോൾ ജയിലിൻ്റെ ഇത് ഓരോ പാരക്കിൻ്റെ ചുറ്റും നടന്നുപോയി പരിശോധിക്കണം. അപ്പോൾ ഇന്നലെ രാത്രി കനത്ത മഴയായിരുന്നു. അപ്പോൾ മഴയത്ത് കുടയും പിടിച്ചുകൊണ്ട് ഈ ജയിലിനകത്തൂടെ നടക്കാൻ സാധാരണഗതിയിൽ ബുദ്ധിമുട്ടാണ്. ആ ജയിലിൻ്റെ പ്രത്യേകിച്ച് തന്നെ ആ കിടങ്ങിനകത്തെങ്ങാനും വീണ് പോയെങ്കിൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ കനത്ത മഴ വെളുപ്പാങ്കാലത്ത് പെയ്തുകൊണ്ട് ഈ നടന്നു പോയി നോക്കുന്നത് ഒരുപക്ഷെ അവരെ താമസിപ്പിച്ച് കാണാം. ഇനി പെട്രോളിംഗ് കൊണ്ട് മാത്രമല്ല ഇത് സംഭവിക്കുന്നത്. തിരുവനന്തപുരത്ത് UDF ഭരിക്കുമ്പോൾ ഒരു മന്ത്രി തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ മീറ്റിങ്ങിന് വന്നു. മീറ്റിങ്ങിന് വന്നിട്ട് ഒരു തടവുകാരൻ ചെന്ന് മന്ത്രിയുടെ കാറിനടുത്ത് ഡ്രൈവറോട് പറഞ്ഞു, ഈ കാറിൽ കയറിയിരിക്കാൻ മന്ത്രി എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു. ജയിലിൽ കിടക്കുന്ന ഒരു തടവുകാരൻ വെള്ള വസ്ത്രവും ധരിച്ച് ഈ കൊറോണ വരുമ്പോൾ വായിലാത്ത് വെക്കുന്നൊരു മൂടിയും വെച്ചുകൊണ്ട് കാറിനകത്ത് വന്നു. അപ്പോൾ ഗൺമാനും ഡ്രൈവറും ഇവനെ കയറ്റി മുമ്പിലത്തെ സീറ്റിലിരുത്തി. പുറകാലെ മന്ത്രി വന്നു. മന്ത്രിയുടെ കൂടെ DGP ഉണ്ട്, DIG ഉണ്ട്, ജയിൽ സൂപ്രണ്ടുണ്ട്, വാർഡന്മാരുണ്ട്. എല്ലാം കൂടെ 32 ജയിൽ സ്റ്റാഫ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ ഫ്രണ്ട് സീറ്റ് ഇരിക്കുകയാണ്. ഒറ്റ DGPയുടെ ഒരു DIGയുടെയും കണ്ണിപ്പെട്ടില്ല. മന്ത്രിയുടെ കാറിൽ UDFൻ്റെ ഒരു മന്ത്രിയുടെ കാറിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് പ്രതി സെക്രട്ടറിയിലെത്തി. അവനെ അറസ്റ്റ് ചെയ്യാൻ 24 മണിക്കൂർ എടുത്തു. ചാടുന്നു, ചിലപ്പോൾ ചാടും. അലക്സാണ്ടർ ജേക്കബ്, ആ സിസ്റ്റത്തെ കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. ആ കാലത്തെ സിസ്റ്റത്തിൽ വേറൊന്നുകൂടി സംഭവിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ കസേരയിൽ തന്നെ വേറൊരു ആള് വന്നിരുന്നൊരു സിസ്റ്റമായിരുന്നു ആ കാലത്ത്. സേനാപതിക്ക് അതൊന്നും ഓർമ്മയുണ്ടാവില്ല. അതൊക്കെ ഏതോ അമർചിത്ര കഥയിലെ കഥകളായിട്ട് കാണുന്ന വല്ല കാര്യം ഉണ്ടായിരുന്നു സേനാപതി ഇതൊക്കെ ഓർമ്മിപ്പിക്കാൻ. അലക്സാണ്ടർ ജേക്കബിന് നല്ല ഓർമ്മയാ. അദ്ദേഹം ഇതെല്ലാം കൂടി എടുത്ത് പുറത്തോട്ടിട്ടു. എന്നിട്ട് അങ്ങനെ പ്രതി സെക്രട്ടേറിയറ്റിൽ എത്തി ഭരിച്ചു അല്ലേ? അല്ലല്ല, ഞാൻ ആ മന്ത്രിയുടെ അല്ലല്ല പ്രതി സെക്രട്ടറിയിലല്ല, UDFിലൊരു മന്ത്രിയുടെ കാറിനകത്ത് കയറി പ്രതി രക്ഷപ്പെട്ടു. അയാളെ 24 മണിക്കൂർ കഴിഞ്ഞ് പിടിച്ചു. അപ്പൊ ഞാൻ UDFിനെയോ മന്ത്രിയെ കുറ്റം പറയാം. ആ മന്ത്രി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ, അതുകൊണ്ട് മന്ത്രിയെ കുറ്റം പറയാൻ അല്ലേ പറയുന്നത്. അപ്പൊ ഈ ആളുകൾ നോക്കി നിൽക്കുമ്പോഴും രക്ഷപ്പെടുന്നത് മന്ത്രി ഇപ്പോഴും സജീവമാണോ? ശ്രീ അലക്സാണ്ടർ, ആ മന്ത്രി ഇപ്പോഴും രാഷ്ട്രീയ രംഗത്ത് സജീവമാണോ? ബാക്കി പറഞ്ഞ ജനങ്ങൾ ആ മന്ത്രി ആരെന്ന് കണ്ടുപിടിക്കുക. അതുകൊണ്ട് ഞാൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ UDF ഭരിക്കുമ്പോൾ UDF മന്ത്രിയുടെ കാറിൽ പ്രതി രക്ഷപ്പെട്ടിട്ടുണ്ട്. DGPയും IGയും സൂപ്രണ്ടും ഉൾപ്പെടെ 32 ജയിൽ സ്റ്റാഫ് നോക്കി നിൽക്കുമ്പോഴാണ് ആ മന്ത്രി രാഷ്ട്രീയ നേതാവാണെങ്കിൽ ആ നേതാവ് ഇന്ന് സിസ്റ്റം തകരാറിലാണെന്ന് പറയുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് ആ മന്ത്രിയായിരുന്ന നേതാവ് ഇന്ന് രാഷ്ട്രീയ രംഗത്ത് സജീവമായി കോൺഗ്രസിനൊപ്പം ഉണ്ടെങ്കിൽ അദ്ദേഹം ഇതെല്ലാം സിസ്റ്റത്തിന്റെ തകരാറാണെന്ന് പറഞ്ഞ് ഇന്ന് തിരിയുന്നുണ്ടോ എന്ന് കേൾക്കാനോ അറിയാനോ വേണ്ടി ചോദിച്ചതാണ്. ശരി, അങ്ങേയറ്റം രസകരമായിട്ടുണ്ട്. അല്ലല്ല, ഞാൻ ബാക്കി പറഞ്ഞ കുഴപ്പമാണ്. നിങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ ജയിൽ അന്വേഷിച്ചാൽ ആരാന്ന് മനസ്സിലാവും. പക്ഷെ ഞാനായിട്ടത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അല്ല, ജയിലിൽ വരേണ്ട മന്ത്രിയാണല്ലോ. അല്ല, ഞാൻ ചോദിച്ചത് അലക്സാണ്ടർ ജേക്കബ്, ഈ വിനോദസഞ്ചാര കേന്ദ്രം അല്ലല്ലോ ജയില്. ഒരു മന്ത്രി ജയിലിൽ വരണമെങ്കിൽ ഒന്നുകിൽ ജയിലുമായി ബന്ധപ്പെട്ട മന്ത്രിയാകണം, അല്ലെന്നുണ്ടെങ്കിൽ ജയിലിൽ എന്തെങ്കിലും പരിപാടിക്ക് അവർ പ്രത്യേകം വിളിച്ചതാകണം അല്ലേ? അല്ല, ദയവ് അങ്ങോട്ട് പോണ്ട. മന്ത്രി ഐഡന്റിഫൈ ചെയ്ത് കുഴപ്പമുണ്ടാകും. ഞാൻ ഉദ്ദേശിച്ചല്ല പറഞ്ഞേ. കാരണം ആലോചിച്ച് നോക്കൂ, ഇത് ജയിലിൽ യോഗം ചേരാൻ വന്ന മന്ത്രിയാണോ? സാർ പേരൊന്നും പറയണ്ട, ജയിലിൽ യോഗം ചേരാൻ വന്ന മന്ത്രിയാണോ? അയ്യോ, അവിടെ മീറ്റിംഗ് നടത്താമെന്ന മീറ്റിംഗ് നടത്തി കഴിഞ്ഞാണ് മന്ത്രിയുടെ കാര്യം രക്ഷപ്പെടുന്നത്. അത് പോട്ടെ, അങ്ങോട്ടല്ല നമുക്ക് രക്ഷപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? ശരി, ജയിൽ മന്ത്രിയെ UDF ഭരണകാലത്തെ ജയിൽ മന്ത്രി എന്ന് ഞാൻ അങ്ങ് ചുരുക്കിയെടുക്കുകയാണ്. ഞാൻ അതിൽ കൂടുതലൊന്നും അതിൽ പറയുന്നില്ല. UDF ഭരണകാലത്ത് ജയിൽ മന്ത്രിയുടെ കാറിൽ ഒരു പ്രതി കയറി തിരുവനന്തപുരത്തേക്ക് വന്ന് രക്ഷപ്പെട്ട ഒരു അസാധാരണമായ ചരിത്രം ഞാനും സേനാപതിയും ഒന്നിച്ച് കേൾക്കുകയാണ്. സേനാപതിയുടെ ഞാൻ പ്രതികരണം ഒന്നും ചോദിക്കുന്നില്ല. എന്നെ പോലെ തന്നെ താങ്കൾക്കും ബുദ്ധിമുട്ടാണത്. അങ്ങനെ പ്രതി രക്ഷപ്പെട്ടു. ഇപ്പൊ കഥയായി. എന്തൊരു പുകഴ്ത്തലായിരുന്നു സേനാപതി തുടക്കത്തിൽ. താങ്കൾ പറഞ്ഞെന്താണ്? ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എന്റെ ജീവിതത്തിലെ പുണ്യമാണ് അലക്സാണ്ടർ ജേക്കബിനൊപ്പം ഒരു ചർച്ചയിൽ പങ്കെടുത്തത്. ഞാൻ എന്റെ ജീവിതത്തിലെ സൗഭാഗ്യമായി അത് കാണുന്നു എന്ന് പറഞ്ഞ ആളാണ്.
പ്ലേറ്റ് മാറ്റരുത്, അത് തെറ്റാണ്, ശരിയല്ല. ഇപ്പോൾ അലക്സാണ്ടർ ജേക്കബ് പറയുന്നത് കഥയായി. അയ്യോ, അതെന്ത് പരിപാടിയാണ്? ഇത് കോൺട്രവേഴ്സി ആക്കല്ലേ? അയ്യോ, വളരെ മോശം. സേനാപതി ആദ്യം പറഞ്ഞു, ക്ലിയർ. സേനാപതി ആദ്യം പറഞ്ഞു താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അഭിലാഷം സാധ്യമായി അലക്സാണ്ടർ ജേക്കബിനൂടെ ചർച്ചയ്ക്കിരുന്നു. ഇപ്പൊ പറയുന്നു അലക്സാണ്ടർ ജേക്കബ് പറയുന്ന കഥയാണ്. ഹലോ, ദയവ് ചെയ്ത് അവിടെ ഉദ്യോഗസ്ഥരില്ലേ, ഉദ്യോഗസ്ഥര്, ആ ഉദ്യോഗസ്ഥരല്ലേ അതിന്റെ റെസ്പോൺസിബിലിറ്റി? അത് മന്ത്രിയാണ്. ഞാൻ മന്ത്രിയൊന്നും കുറ്റം പറഞ്ഞില്ല, നാട്ടിൽ അങ്ങനെ ഉണ്ടായെന്നേ പറഞ്ഞുള്ളൂ. സാറേ, അതൊരു സിസ്റ്റമാണ് ശ്രീ ജയരാജൻ. ആ സിസ്റ്റത്തെ ശ്രീ അലക്സാണ്ടർ ജേക്കബ്, ഞാൻ വരാം. ശ്രീ ജയരാജൻ, എനിക്കിതിലൊന്നും കേസില്ല. കാരണം ഞാനൊരു സിസ്റ്റത്തെക്കുറിച്ച് ഈ ചർച്ചയ്ക്ക് വിധേയമാക്കിയത് പ്രതിപക്ഷമാണ്. ഒരു സിസ്റ്റത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഒരു അവസരം വന്നു. ശ്രീ ജയരാജൻ എന്ത് പറയുന്നു? ഞാനൊന്നും ചോദിക്കുന്നില്ല. ശ്രീ ജയരാജൻ എന്ത് പറയുന്നു ഇത് കേട്ടിട്ട്? അതായത് പിന്നെ കോൺഗ്രസ് നേതാവ് സേനാപതി മുൻ DGP പറഞ്ഞതിനെ വളരെ രസകരമായിട്ടാണ്, ചിരിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നെയും സേനാപതിയെ വിഷമിപ്പിക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് സിസ്റ്റത്തിന്റെ തകരാണെന്നാണല്ലോ പറയുന്നത്. ആ സിസ്റ്റത്തിന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി ജയിൽ സന്ദർശിക്കുന്ന അവസരത്തിൽ ആഭ്യന്തരമന്ത്രി ജയിൽ സന്ദർശിക്കുന്ന അവസരത്തിൽ മന്ത്രിയുടെ കാറിൽ കയറിയിരുന്ന ഒരു കൊടും കുറ്റവാളി എന്ന് പറഞ്ഞാൽ കുറ്റവാളികൾ കുറ്റവാളികളുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ഇവിടെ വേറൊരു കാര്യം സേനാപതി കണ്ണൂർ സെൻട്രൽ ജയിൽ കേൾക്കൂ കണ്ണൂർ ഞാൻ പറയുന്നത് കേൾക്കൂ സേനാപതി. കണ്ണൂർ സെൻട്രൽ ജയിൽ CPM-ന്റെ ക്രിമിനലുകളാണ് അടക്കി ഭരിക്കുന്നതൊക്കെ പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ CPM തടവുകാരുണ്ട്, BJP തടവുകാരുണ്ട്, കോൺഗ്രസ് തടവുകാരും ഉണ്ടായിരുന്നു. സേനാപതിക്ക് പരിചയമുള്ളൊരു പേര് ഞാൻ പറഞ്ഞുതരാം. മമ്പറം ദിവാകരൻ, നിങ്ങളെ KPCC മെമ്പറായിരുന്നല്ലോ. അദ്ദേഹം അടിയന്തരാവസ്ഥയുടെ കാലത്ത് പന്തക്കപ്പാറയിലെ ദിനേശ് PD കമ്പനി ആക്രമിച്ച് കുളങ്ങരോത്ത് രാഘവനെ കൊലപ്പെടുത്തിയ കേസിൽ കോടതി ശിക്ഷിച്ച് സുപ്രീം കോടതി അടക്കം ശിക്ഷ ശരിവെച്ച് 7 വർഷക്കാലം കണ്ണൂർ സെൻട്രൽ ജയിലുണ്ടായിരുന്നു. അന്ന് ആ സമയത്ത് UDF ആയിരുന്നു ഭരിച്ചിരുന്നത്. കരുണാകരനായിരുന്നു കേരളത്തിലെ പോലീസ് മന്ത്രി. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ മമ്പറം ദിവാകരൻ എന്തെല്ലാം ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തു. അടിയന്തരാവസ്ഥയുടെ കാലത്തെ സംബന്ധിച്ച് ഞാൻ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തെല്ലാം അതിക്രമങ്ങളാണ് ഈ രാജ്യത്ത് നടന്നത്. എത്ര ആളുകളെയാണ് ലോക്കപ്പിൽ ഉരുട്ടി കൊലപ്പെടുത്തിയത്. പ്രൊഫസർ ഈച്ചറവാര്യരുടെ മകനെ ഓർമ്മയുണ്ടോ സേനാപതി? കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന രാജനെ കക്കയം ക്യാമ്പിൽ കൊണ്ടുപോയി ഉരുട്ടിക്കൊന്നല്ലോ. അദ്ദേഹത്തിൻ്റെ പിതാവ് ഈച്ചരവാര്യർ കക്കയം ക്യാമ്പിൽ പോയി മകനെ കാണാൻ വേണ്ടി പോയി. എന്താ ചെയ്തത്? അവിടെ എല്ല് പോലും ബാക്കിയാതെ ഇരിക്കാൻ തക്കവണ്ണം മരിച്ചു കഴിഞ്ഞ രാജൻ്റെ മൃതദേഹം ഉപ്പിട്ട് ദഹിപ്പിച്ചു. അങ്ങനെയാണ് എല്ല് പോലും ബാക്കിയാവാതെ രാജൻ കഥാവശേഷനായത് അല്ലേ? അങ്ങനെയെല്ലാം അതിക്രമങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളിപ്പോൾ മാന്യന്മാരായിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ CPM-ന്റെ തടവുകാരാണ്, ക്രിമിനലുകളാണ്. അവിടെ BJP-ക്കാരുണ്ട്. എന്താ താങ്കൾക്ക് പറയാൻ തോന്നാത്തത്? രാഷ്ട്രീയ കേസിൽ ശിക്ഷ വിധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പലരും തടവിൽ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് UDF-ന്റെ ഭരണകാലത്ത് ഒട്ടേറെ ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല RSS-കാരുടെ തടവുകാർക്കും അനർഹമായിട്ടുള്ള പരോൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് കോൺഗ്രസിൻ്റെ മന്ത്രിമാർ. ആ കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ പറയണ്ട. ഇപ്പോൾ നമുക്ക് ഈ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ LDF സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ നേരത്തെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് UDF-ന്റെ ഭരണകാലത്ത് ചാടിയവരെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. ശ്രീ അലക്സാണ്ടർ ജേക്കബ് വളരെ വ്യക്തമായി പറഞ്ഞു, അത് UDF-എന്നോ LDF-എന്നോ വ്യത്യാസമില്ലാതെ കൊടും കുറ്റവാളികൾ, ഇത്തരം കുറ്റവാസനയുള്ള ആളുകൾ ജയിൽ ചാട്ടം മുമ്പും നടത്തിയിട്ടുണ്ട്. അതിന് ഭരണ വ്യത്യാസമില്ല, അതിന് രാഷ്ട്രീയമായിട്ടുള്ള നിറം കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞല്ലോ. അത് നമ്മൾ പൊതുവിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ സുരക്ഷാ വീഴ്ചയുടെ പേരിൽ ശക്തമായിട്ടുള്ള നടപടികൾ വേണം. അക്കാര്യത്തിൽ നമുക്ക് യോജിക്കാം. അതാണ് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. നിശ്ചയമായും അതിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള ശക്തമായ യോജിപ്പ് വേണം. ഇത്തരം കാര്യങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ലാത്ത വിധം ജയിൽ കൂടുതൽ സുരക്ഷിതമായി തന്നെ സംരക്ഷിക്കാൻ കഴിയണം പ്രതികളുടെ ഭാഗത്തു നിന്ന്, ഇത്തരം കൊടും ക്രിമിനലുകളുടെ ഭാഗത്തു നിന്ന്. ശ്രീ അലക്സാണ്ടർ ജേക്കബ് നേരത്തെ കൈ ഉയർത്തിയതുകൊണ്ടും താങ്കളെ ഒന്ന് വിഷമിപ്പിച്ച ഒരു അവസ്ഥ താങ്കൾക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ടും താങ്കളൊന്ന് പറഞ്ഞോളൂ, എന്താണ് കമൻറ്റ് ചെയ്യാനുള്ളത്?
അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് വളരെ പ്രിയങ്കരനായ മന്ത്രി, അതായത് മന്ത്രിയെ കുറ്റം പറഞ്ഞല്ല, മന്ത്രിയുടെ കുറ്റമല്ല. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇന്ന് നാല് പേരെ സസ്പെൻഡ് ചെയ്തതുപോലെ അന്ന് ആ പ്രതി രക്ഷപ്പെട്ടതിന് മന്ത്രിയല്ല കുറ്റക്കാരൻ. DGP, IGP, ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെ ആ നിന്ന് 32 സസ്പെൻഡ് ചെയ്യണ്ടേ? അപ്പോൾ ഈ പെട്രോളിംഗ് നടത്താതിരുന്നത് കൊണ്ടോ ക്യാമറ നോക്കാതിരുന്നത് കൊണ്ടോ അല്ല ആൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. ജയിലിലെ സിസ്റ്റത്തിന് കുഴപ്പമാണ്. ആ സിസ്റ്റം നമ്മൾ അത് പരിഷ്കരിച്ച് 7600 പ്രതികൾ ഇനി രക്ഷപ്പെടാതിരിക്കാൻ നോക്കണം. മറ്റേത് കോൺട്രവേഴ്സി ആക്കി കളയരുത്, രാഷ്ട്രീയ ആക്കി കളയരുത്. ഞാനത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കുഴപ്പമാണ് പറഞ്ഞത്. ശരി, ഏതായാലും സേനാപതി, നമുക്ക് ഈ ചർച്ച ഒന്ന് അവസാനിപ്പിക്കാം. എന്ന് വെച്ചാൽ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് ഇത് ഒരു പൊതു പ്രശ്നം എന്ന നിലയിൽ എല്ലാവരും സഹകരിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതല്ലേ? വളരെ ചുരുക്കി, നമ്മുടെ സമയം തീർന്നുകൊണ്ടാണ് ശ്രീ സേനാപതി. ഞാൻ പറഞ്ഞത്, ഗോവിന്ദചാമിയെ പോലുള്ള കൊടും ക്രിമിനലുകൾ ജയിലിൽ കിടക്കുന്നവർ ഒരു കാരണവശാലും അവര് പുറത്തു വരാൻ അവര് പുറത്തു വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവര് ആ കേസിൽ സാക്ഷി പറഞ്ഞ മൊഴി പറഞ്ഞ സാക്ഷികള്, അന്വേഷണ ഉദ്യോഗസ്ഥര്, ഇവരെയൊക്കെ ഇയാളെ പോലുള്ള ആളുകൾ അപായപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അവരൊരു കാരണവശാലും ജയിലിൽ നിന്ന് ഇറങ്ങാൻ പാടില്ലാത്തല്ല. അങ്ങനെ ഒരാള് ജയിലിൽ നിന്ന് പുറത്തു വരാനുണ്ടായ സാഹചര്യം അത് സമഗ്രമായി പരിശോധിച്ച് അതാരാണ് അതിൻ്റെ അകത്ത് വീഴ്ച വരുത്തിയത് ശിക്ഷിക്കപ്പെടണം. നമ്മുടെ ഈ ചർച്ചയുടെ ആ സമഗ്ര അന്വേഷണം എന്നത് നാടിന് CPIM-ഉം ഇടതുമുന്നണിയും സർക്കാരും ഉറപ്പ് കൊടുക്കുമോ? ശ്രീ ജയരാജൻ. തീർച്ചയായിട്ടും. കാരണം ഇത്തരം സുരക്ഷാ വീഴ്ചയുടെ പേരിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് കർശനമായ നടപടിയെടുക്കും. നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാളെ ജയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രത്യേക യോഗം വിളിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഉള്ള പോരായ്മകൾ പരിഹരിക്കാൻ സർക്കാർ തലത്തിൽ ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളും. ഇത്തരം കാര്യങ്ങൾ, കൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഉറച്ച നിലപാട് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കൈക്കൊള്ളും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. റൈറ്റ്, നന്ദി. മുൻ ജയിൽ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്, ശ്രീ P. ജയരാജൻ, അഡ്വക്കേറ്റ് സേനാപതി വേണു, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് C. ഷുക്കൂർ ഞങ്ങളുമായി സഹകരിച്ചതിന്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുകയാണ്.